12-ാം അധ്യായത്തിൽ അർജുനൻ്റെ ചോദ്യം വളരെ പ്രധാനവും പ്രസക്തവുമായി. എന്താണെന്ന് വെച്ചാൽ സഗുണഭക്തനോ നിർഗുണഭക്തനോ ഭഗവാന് അധികം പ്രിയം എന്ന ചോദ്യം വളരെ വിഷമം പിടിച്ചൊരു ചോദ്യം അത്. കാരണം ഈ സഗുണഭക്തനും നിർഗുണഭക്തനും എന്നുള്ളതൊക്കെ താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കുള്ളൂ. അങ്ങ് മേലോട്ട് കഴിഞ്ഞാൽ ഭക്തി ഒന്നേ ഉള്ളൂ. ഭാഗവതത്തിൽ പറയും ഭക്തിയാ സഞ്ജായതേ ഭക്തിയ. ആദ്യം പറയുന്ന ഭക്തിയൊക്കെ താഴ്ന്നതാണ്. മറ്റേ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ സഗുണവും നിർഗുണവും ഒന്നുള്ള ഈ ദ്വന്ദ്വം തന്നെ ഇല്ല, എല്ലാം ഒന്നുള്ളൂ. അപ്പം അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ഗീതയിൽ ഇത്രയും വലിയൊരു പ്രകടനമില്ല. പിന്നെ 19 ശ്ലോകം ഇവിടെ ഈ 12-ൽ, പിന്നെ 13-ാം അധ്യായം അങ്ങനെ 14-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം വരെ തുടർച്ചയായിട്ട് ഭഗവാൻ പറയണം. 70 ശ്ലോകങ്ങളാണ്. അർജുനൻ്റെ ചോദ്യമില്ല ഇവിടെ. ഗീതയിൽ ഇത്രയും വലിയൊരു പ്രകരണമില്ല, അത്ര വലുതാണത്. അല്ലേ, ചില ഗീതാപുസ്തകങ്ങളിൽ 13-ാം അധ്യായത്തിൽ അർജുനൻ ഒരു ചോദ്യം ചോദിച്ചതായിട്ടുള്ളത് കാണാം. ശ്രീശങ്കരാചാര്യസ്വാമിയുടെ പുസ്തകത്തിലുണ്ടത്. വാസുല ശ്ലോകത്തിന് പ്രസക്തി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. എങ്ങനെയാ വെച്ചാൽ ശ്രീശങ്കരാചാര്യസ്വാമികൾ ആ ചോദ്യം എന്നുള്ള ശ്ലോകം 13 ഇട്ടിട്ട് അതിന് നമ്പർ ഇട്ടിരുന്ന് 0 എന്നാ. അങ്ങനെയൊന്നും ഉണ്ട്, വിട്ടു കളഞ്ഞില്ല അധികം, ഇല്ല, ആവശ്യമില്ല. അപ്പോൾ വളരെ വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ. ഭക്തിയെ പറ്റി പറഞ്ഞു, വളരെ നിയമമായിട്ട് പറഞ്ഞു. അതിൽ 2 തരം ഭക്തന്മാർ, എല്ലാം തികഞ്ഞ ഭക്തന്മാർ, അവരുടെ ഗുണമൊക്കെ പറഞ്ഞു. അവസാനം ആ ഭക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾ, അയാളാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയാൻ കാരണം മറ്റേ ആൾ എന്നെ ഇഷ്ടം പറയാനില്ല, ആ ഭക്തനും ഭഗവാനും ഒന്നായി, പിന്നെ ആരെ ഇഷ്ടം എന്ന് പറയാമല്ലോ. ഈ മറ്റത് ഭജിക്കുന്ന ഒരാളും ഭഗവാനും ഉണ്ടെന്ന് ഇതിൽ സഗുണഭക്തിയിൽ, അതുകൊണ്ടാണ് അയാളെയാണ് അധികം ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിച്ചത്. ഇവിടെ ഈ ജീവിതത്തിൽ നമ്മുടെ എല്ലാത്തര വിഷമത്തിൻ്റെയും മൗലിക കാരണം ഈ ദേഹഭാവനയാണ്. ദേഹം പുറത്തുള്ളൊരു ചാക്ക് പോലെയാണ്. പുറത്തൊരു ചാക്കിട്ട് നടക്കുമ്പോൾ വലിയ വിഷമമാണല്ലോ. എന്നാൽ അതങ്ങോട്ട് താഴത്തേക്ക് വയ്ക്കാൻ പറഞ്ഞായിട്ട് കൂട്ടാക്കണമില്ല. നമ്മളൊക്കെ തന്നെയാണ് ദേഹഭാവന ആണെന്നറിയാം, എന്നാലും അതങ്ങോട്ട് വിടാൻ നമുക്ക് സാധിക്കുന്നില്ല. വളരെ കാലമായിട്ട് പരിചയിച്ചിട്ട് അത് വെച്ചിരിക്കണം. ഒരു വിഷമമില്ല, അങ്ങോട്ട് വിടാൻ, അങ്ങോട്ട് വിടുകയുണ്ടു. ഇതെങ്ങനെയാണ് വിടേണ്ടതെന്ന് കാണിച്ചു തരാൻ ഗീത തുടങ്ങുന്നത് ഈ ചാക്ക് എങ്ങനെ പുറത്തേക്ക് വിടാം എന്ന് കാണിച്ചുകൊണ്ട് അത് ഗീത തുടങ്ങുന്നത് തന്നെ. 2-ാം അധ്യായത്തിൽ സാഖ്യയോഗമാണല്ലോ പറയണത്. ഗീത തുടങ്ങുന്നത് തന്നെ 2-ാം അധ്യായം 11-ാം ശ്ലോകം നൽകണം. അവിടെ 18 ശ്ലോകങ്ങളെ കൊണ്ട് ശരീരം എന്ത്, ശരീരി എന്ത്. ശരീരം എന്നുള്ളത് നമ്മുടെ സങ്കല്പം മാത്രമാണ്, ശരീരി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വളരെ വ്യക്തമാക്കരുത്. ഒരകത്തേക്ക് കിടക്കണമെങ്കിൽ പൂട്ടുണ്ടെങ്കിൽ തുറക്കേണ്ടത് ആ പൂട്ടിൻ്റെ അവിടെയാണ്. ജനവാതിലും വാതിലൊക്കെ അതും തല്ലി പിടിക്കാറില്ല, പൂട്ട് തുറക്കുന്നുണ്ട്. അത് വരെ ജീവിതമാകുന്ന ഈ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ആനന്ദത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ തടസ്സം നിൽക്കുന്നത് ശരീരഭാവനയാണ്. ആ ശരീരഭാവന നീങ്ങിയാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ആത്മാവാ മനസ്സിലായി ജീവിതം എന്നുള്ളത് ആനന്ദിക്കാനുള്ളതാണ്. ദുഃഖിക്കാൻ കൂട്ടിയാൽ പറ്റണ്ടു. ഇപ്പം നമ്മൾക്ക് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണ്, പൂർണ്ണനാണ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അപൂർണതയാണല്ലോ നമ്മെ ദുഃഖിപ്പിക്കുന്നത്. ഞാൻ പൂർണ്ണനാന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ദുഃഖമുള്ളത്? അതിനുള്ള തടസ്സം ഈ ശരീരഭാവനയാണ്. അതെങ്ങനെ മാറ്റണം? ഇത് പറയുകയാണ് 13-ാം അധ്യായം അങ്ങനെ. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. ശരീരം എന്ത്, ശരീരം. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന് പേര്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ക്ഷേത്രജ്ഞൻ വെച്ചാൽ ആ ശരീരത്തെ അറിയുന്ന ആൾ. ഇപ്പോൾ കടന്നുറങ്ങുമ്പോൾ ക്ഷേത്രത്തെ പറ്റിയിട്ട് യാതൊരു അറിവില്ല, വളരെ വലിയ തലവേദന, അവിടെ ഉറങ്ങിക്കഴിഞ്ഞു. ഉണരുന്നത് വരെ നിങ്ങൾ തലവേദനയെ പറ്റി യാതൊന്നും അറിയണമെന്നില്ല, ഒരു ദുഃഖമില്ല. തലവേദന അവിടെ ഉണ്ട്, പക്ഷേ മനസ്സ് ബന്ധപ്പെട്ടില്ല. മനസ്സുകൊണ്ട് മാരോട് കൂടിയിട്ട് പരമസുഖം. ഉണർന്നാൽ അപ്പാതി. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. എപ്പോൾ മനസ്സ് അതിൽ ഒട്ടണില്ലെങ്കിൽ, മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല.
അത് തെളിയിക്കുകയാണ് ഇവിടെ ഈ 11-ാം അധ്യായത്തിൽ പറയുന്നത്. ക്ഷേത്രജ്ഞ വിഭാഗയോ. ആരാണ് ക്ഷേത്രം, ആരാണ് ക്ഷേത്രജ്ഞൻ? വാസ്തവത്തിൽ ക്ഷേത്രജ്ഞനേ ഉള്ളൂ. ക്ഷേത്രം എന്നുള്ളത് ക്ഷേത്രജ്ഞൻ്റെ തന്നെ ഒരു സങ്കല്പമാണ്. അയാളതിനെ സങ്കല്പിച്ചാൽ ഉണ്ട്, സങ്കല്പിച്ചില്ലെങ്കിൽ ഇല്ല. അപ്പോൾ സുഖവും ദുഃഖമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ സങ്കല്പിക്കുമ്പോഴേ ഇന്നത് കിട്ടിയാൽ എനിക്ക് സുഖമാണെന്ന് ഞാൻ സങ്കല്പിച്ചാൽ അത് കിട്ടുമ്പോൾ എനിക്ക് സുഖമുണ്ട്. എനിക്കത് കിട്ടിയ ഒരു സുഖമൊന്നുമില്ല, ആവശ്യമില്ല എന്ന് ഞാൻ സങ്കല്പിച്ചാൽ എനിക്കത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ഒരാവശ്യമില്ല. കാരണം അതിനെ ഞാനായിട്ട് ബന്ധപ്പെടുന്നത് ആ വസ്തുവല്ല, മനസ്സാണ്. ആ കണക്ഷൻ അങ്ങോട്ട് വിട്ടുപോയിരിക്കുക, പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ ഇനി ഇതിനെപ്പറ്റി പറയാണ്. 1-ാം ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച. എൻ്റെ പുസ്തകത്തിൽ ആ ചോദ്യമുള്ള ശ്ലോകമില്ല, പലതിലുമില്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ യതയോ വ്യതിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. അല്പം ചിന്തിച്ചാൽ, കുറച്ച് ലേശം സംസ്കൃതം ഉണ്ടെങ്കിൽ ഇതിനൊന്നും ഇത്രയൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. കാരണം വളരെ വേഗം മനസ്സിലാവും. ഇതം ശരീരം, ഇതം എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് എപ്പോഴും എന്നിൽ നിന്ന് വിട്ടതിനെ ഒന്നിനെ ഇതെന്ന് പറയുള്ളൂ. ഈ മേശ എന്നല്ലാണ്ട് അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ശരീരം എന്നാണല്ലോ, ഈ ശരീരം പറയുമ്പോൾ ഞാനല്ലല്ലോ. ഇത് എന്ന് പറയുമ്പോൾ ഞാനിനെ ഇതെന്ന് പറയാറില്ല. ശ്രീരാമകൃഷ്ണ സർ മറ്റ് മഹാത്മാക്കളൊക്കെ ശരീരത്തിൽ നിന്ന് വിട്ട ആളുകൾ അവർ പറയാ ഇതിന് സുഖമില്ല എന്നാ പറയാം, എനിക്ക് സുഖമില്ല എന്നല്ല. ഇതിന് സുഖമില്ല, എന്തോ ഇതിൻ്റെ വയറിന് കേടുണ്ടെന്നോ, ഈ ശരീരത്തിൻ്റെ. താൻ ശരീരമല്ല, നമ്മളല്ല. എൻ്റെ വയറിന് കേടിൽ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് തലവേദന ഉണ്ട്. എനിക്ക് എവിടെ തലവേദന? എൻ്റെ തലയ്ക്കാ വേദന. ഞാൻ തലയോടുകൂടി ബന്ധപ്പെട്ട് എൻ്റെയാണ് തല എന്ന് വിശേഷിച്ചപ്പോൾ അത് വേദനയാണ്. അത് ആ ബന്ധം കണ്ട് വിട്ടപ്പോൾ ഓർക്കുമ്പോൾ തലവേദന ഇല്ല. വളരെ ശരിയാ. പക്ഷെ നമുക്ക് സാധിക്കണില്ല വരുമ്പോഴേ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത. ഇതിനെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള ഉപകരണം. ക്ഷേത്രഗണിതം എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയാണല്ലോ, അതിനല്ലോ അല്ലേ? ആ ഭൂമിയിൽ നിന്നാണല്ലോ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലമതെ, ക്ഷേത്രത്തിൽ ആ കെട്ടിടങ്ങളൊക്കെ ക്ഷേത്രമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ബിംബമുണ്ട്, അതാ ക്ഷേത്രജ്ഞൻ. ഇതിനെ അറിയുന്ന ആൾ. ആ ബിംബത്തെ അവിടെ നിന്ന് നീക്കിയാൽ അത് ക്ഷേത്രമല്ല, അത് ഒരു കെട്ടിടം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്തി അഭിധീയത പറയപ്പെടുന്നു എന്നാ വാക്ക്. ഇതിനെ വാസ്തവല്ല. ഏതത് യോ വേത്തി, ഇതാരാണോ അറിയുന്നത് എന്തെന്ന്? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ശരീരം ഞാൻ എൻ്റെ സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരാ അറിയണോ? തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. അയാളെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. ആരെ? ഈ ശരീരം എൻ്റേതാണെന്ന് അറിയുന്ന ആ ബോധമുണ്ടല്ലോ എന്നുള്ളിൽ, അതാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രത്തെ അറിയാം, ക്ഷേത്രത്തെ അറിയുന്നത് ബോധം. ആ ബോധം ഇല്ലെങ്കിൽ ക്ഷേത്രമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അറിയില്ല. ഓപ്പറേഷനൊക്കെ എങ്ങനെയാണ്? ആ ബോധത്തിനെ മാറ്റുക. അതോടുകൂടി ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല ശരീരമായിട്ടും. എന്ത് കയറി മുറിച്ചാലും നമ്മൾ അറിയുന്നില്ല. പിന്നെ ആ ബോധം തന്നെ കൊണ്ട് മടങ്ങി വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സമാധാനത്തിന് വേണമെങ്കിൽ, ഇപ്പോൾ ഭക്തിയായാലും ശരി, ജ്ഞാനായാലും ശരി, കർമ്മമായാലും ശരി, പ്രധാന കാര്യം ഈ ക്ഷേത്രജ്ഞ വിഭാഗമാണ്. അത് കർമ്മത്തിൽ കൂടിയാണെങ്കിൽ കർമ്മയോഗം എന്ന് പറയും, ഭക്തി കൂടിയാണെങ്കിൽ ഭക്തിയോഗം എന്ന് പറയും, ജ്ഞാനത്തിൽ കൂടിയാണെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറയും, ഇനി ധ്യാനത്തിൽ കൂടിയാണെങ്കിൽ ധ്യാനയോഗം എന്ന് പറയും. ഏതായാലും ഈ ബന്ധമുണ്ടല്ലോ, എങ്ങനെ ബന്ധമില്ലാത്ത ബന്ധം. ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പറഞ്ഞാണ്, ഒരു കുറ്റിയും അതിൽ ഒരു ബോധം ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം. അതിന് രണ്ട് കാര്യങ്ങളെ സങ്കല്പിക്കുള്ളൂ. നോക്കൂ, നല്ല വെളിച്ചം, നല്ല ഉച്ചയ്ക്ക് 12 മണിക്ക് ആ കുറ്റി ഭൂതമാണെന്ന് തോന്നില്ല. വയ്യ, കാരണം അത്ര വെളിച്ചാണ് കാണുന്നത്. കൂരിട്ട് അപ്പോഴും അത് ഭൂത തോന്നില്ല, കാരണം കാണുന്നില്ല. എപ്പോഴാണ് അത് തോന്നുക? നല്ല വെളിച്ചമില്ല, എന്നാൽ കുറച്ച് വെളിച്ചമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ആ കുറ്റിയെ നമ്മൾ ഭൂതമായിട്ട് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ ബോധം ഈ കുറ്റി തമ്മിൽ യാതൊരു ബന്ധമില്ല. അല്പം ഈ വെളിച്ചത്തിൻ്റെ കുറവ്
അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് ശരീരം ഞാനാണെന്ന് വിചാരിക്കുന്നത്. പൂർണ്ണജ്ഞാനിക്ക് എന്തില്ല? ശരീരം ഞാനാണെന്ന് ബോധമില്ല. അതുമാതിരി ഒന്നും അറിയാത്തവന്, അവന് ആത്മാവെന്ന് ഒന്നും ഉണ്ടെന്ന് തന്നെ അറിയില്ല. അവൻ ഈ ഭൂതത്തെ മാത്രമേ കാണുള്ളൂ, അല്ലല്ലോ. ഇവ തമ്മിൽ വാസ്തവത്തിൽ ബന്ധമില്ല. ഇതിനെയാണ് ഈ മായ എന്നൊക്കെ പറയുന്നത്. ബന്ധമില്ലാത്ത ബന്ധം, അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ബന്ധം. ഇത് ക്ഷേത്രജ്ഞി, ഇതിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണത്? ബോധം. ക്ഷേത്രം നമ്മൾ തന്നെ ഉണ്ടാക്കിയ, ഈ ക്ഷേത്രജ്ഞൻ തന്നെയാണ് ഉണ്ടാക്കിയുള്ളത്. എങ്ങനെ? പൂർണ്ണജ്ഞാനമില്ലാത്തപ്പോൾ ശരീരം ഉണ്ടാക്കുക. അതിനെ ഇത് തദ്വിധം മനസ്സിലാക്കുക പറയും. ഇനി ഇവിടെ പറയണു രണ്ടാമത്തേൽ, ക്ഷേത്രജ്ഞം ചാപ്യമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം ഏതജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞം, ക്ഷേത്രത്തിനെ അറിയുന്നവൻ. ബൾബ്, അതിലുള്ള ഇലക്ട്രിസിറ്റി. ബൾബിനെ അറിയുന്നവനും ഇലക്ട്രിസിറ്റി അറിയുന്നവനുണ്ട്. ബൾബിനെ അറിഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല, ഇലക്ട്രിസിറ്റി അറിയണം. അപ്പോഴേ അതിൻ്റെ വെളിച്ചവും ഓഫ് ചെയ്യലും ഓൺ ചെയ്യലൊക്കെ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ശരീരത്തിൽ ക്ഷേത്രജ്ഞൻ രണ്ടാളുണ്ട്. ക്ഷേത്രമുണ്ട്, ശരീരമുണ്ട്, ബോധമുണ്ട്. അതിലെ മാം വിദ്ധി, അതിൽ ആ ബോധം എന്നുള്ളത് ഞാനാണ് എന്നറിയും. നമുക്ക് വളരെ ഈ മാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ എന്ന് പറഞ്ഞ ഒരു പെർസോണിഫിക്കേഷൻ, ഒരു വ്യക്തിയാണെന്നാ തോന്നുക. ഇതല്ലല്ലോ. ക്ഷേത്രജ്ഞൻ എല്ലാറ്റിലും അറിയുന്ന ബോധം ഞാനാണെന്ന് പറഞ്ഞാൽ ബോധം എങ്ങനെയാ ഒരു വസ്തുവാവുക, ഒരു പരിമിതാവുക? വയ്യ. അനുമതി. എങ്ങനെ? സർവക്ഷേത്രേഷു ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും ശരീരങ്ങളിലും ബോധസ്വരൂപനായിട്ടിരിക്കുന്നത് ഞാനാണെന്ന് അറിയാം. അതെ, ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. രണ്ട് തരം അറിവുണ്ട്. ഒന്ന് ബോധത്തിനെ പറ്റിയിട്ടുള്ള അറിവ്, ബോധം അറിയാൻ പറ്റുന്ന ശരീരത്തെ പറ്റിയുള്ള അങ്ങനെ അറിവ്. ഇത് രണ്ടും യത്തജ്ഞാനം, ഇത് രണ്ടിൻ്റെയും ജ്ഞാനം ഉണ്ടാവുന്നതോ അതാണ് ശരിയായ ജ്ഞാനം എന്നാണ് മതം എന്നുണ്ട്. പലരും പറയാനുള്ള അതൊന്നുള്ള അഭിപ്രായം എന്നാണ്. അല്ല, കാരണം ഇതൊരു അഭിപ്രായമല്ല എന്നുള്ളത് വളരെ വ്യക്തത. 14 ദിവസം ഇവിടെ വന്ന ഒരു സന്യാസി വന്നിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഇതിന് അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അഭിപ്രായമല്ല, ആലോചിച്ച് നോക്കൂ. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ജ്ഞാനം, ക്ഷേത്രത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ സയൻസ്, ഈ പ്രകൃതിയാണല്ലോ ക്ഷേത്രം. ആ പ്രകൃതിയുടെ ജ്ഞാനം ഒരഭിപ്രായമല്ല. ഫിസിക്കൽ സയൻസ് ഒരു അഭിപ്രായമല്ല, അതൊരു സിദ്ധാന്തമാണ്. അല്ലേ? എന്നെ മര്യാദ നടക്കുക എന്നൊക്കെ വളരെ നിയമമുണ്ടല്ലോ. അപ്പം എന്താ സുനാമിയ എന്നൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു നിയമമുണ്ട്. നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന സംഗതി ഒന്നും അല്ലത് അതിൻ്റെ. അപ്പോൾ അതിനെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് വേണമെങ്കിൽ നോക്കാം, വല്ലാതെയാക്കാൻ നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ക്ഷേത്രജ്ഞൻ്റെ, അപ്പോൾ ക്ഷേത്രം എന്നുള്ളതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും അറിയാം. അതൊരു ശാസ്ത്രവും ഫിസിക്സ് ആണല്ലോ. ഫിസിക്സ് എന്നുള്ളത് സയൻസ് ആണല്ലോ, അല്ലാണ്ട് ഒരഭിപ്രായമല്ലല്ലോ. അപ്പോൾ ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം തൊട്ടാൽ പൊള്ളും എന്നുള്ളത് ശാസ്ത്രമാണ്. ആര് തൊട്ടാലാ പൊള്ളുക എന്നൊന്നും ചോദ്യമില്ല, ആര് തൊട്ടാലും പൊള്ളും. ഇതാണല്ലോ ശാസ്ത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ജ്ഞാനവും ക്ഷേത്രജ്ഞൻ്റെ ജ്ഞാനവുമാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൂടാ. കാരണം ക്ഷേത്രത്തിൻ്റേത് ഒരു അഭിപ്രായമല്ല, ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ക്ഷേത്രജ്ഞന് എന്താണോ? ഒരു സിദ്ധാന്തമാവണം. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും ജ്ഞാനമാണ് ശരിയായ ജ്ഞാനം എന്നാണ് എൻ്റെ മതം എന്ന് സംസ്കൃതം ഈ ഭാഷ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതൊന്നും ഒട്ടും മറ്റിച്ച് പറയാൻ പറ്റില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ജ്ഞാനം ഒരിക്കലും അഭിപ്രായമല്ല, അതൊരു സിദ്ധാന്തമാണ്. അപ്പോൾ അധ്യാത്മ അറിവ് എന്ന് പറയുന്നത് ഒരു അഭിപ്രായമല്ല, അത് സിദ്ധാന്തമാണ്. സിദ്ധാന്തം വെച്ചാലോ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാവുന്നത്. അപ്പോൾ അനുഭവം എന്ന വാക്കിന് തന്നെ വ്യത്യാസമുണ്ട്. അനുഭവത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഒരേപോലെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അനുഭവം എന്ന് പറയൂ. മറ്റതൊക്കെ അനുഭവമല്ല, അഭിപ്രായമായി. ചൂടുള്ള തിളച്ച വെള്ളം തൊട്ടാൽ പൊള്ളും എന്നുള്ളത് അനുഭവമാണ്. ഇനിയല്ലേ ചായ എനിക്കിഷ്ടമാണ് എന്നുള്ളത് അനുഭവമല്ല, അതെൻ്റെ അഭിപ്രായം. വളരെ വ്യത്യാസമുണ്ട്. അഭിപ്രായം എന്തുമാവാം എന്നുള്ളത് മാറാം, മറ്റൊരു മാറ്റം ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 13-ാം അധ്യായത്തിൽ പറയാൻ പോണ ക്ഷേത്രജ്ഞൻ്റെ ജ്ഞാനമുണ്ടല്ലോ, അതൊരു സിദ്ധാന്തമാണ്. അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞു.
അതായത് ബോധം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ബോധം കൊണ്ടാണ് മറ്റതൊക്കെ അറിയണം. ആ ബോധത്തെ അറിഞ്ഞാൽ പിന്നെ മറന്നും അറിയാൻ വിഷമില്ല. നോക്ക് ആരാണ് എന്താ ഈ ബോധം എന്ന് ബോധമില്ലേ നോക്കും. വേണ്ടത് അതെന്താ എന്നറിയലാണ്. അത് സാധിക്കാൻ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വേർതിരിച്ച് പറയണം. ക്ഷേത്രജ്ഞനെയും ക്ഷേത്രജ്ഞനെയും വേർതിരിച്ച് പറയണം. ക്ഷേത്രജ്ഞം തൽക്ഷേത്രം യച്ച യാദൃജ്ഞ യദ്വികാരി യതശ്ച സച്ച യോ സമാസേന തൽസമാസേന മേ ശൃണു. തൽക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം. തൽക്ഷേത്രം യച്ച എങ്ങനെയുണ്ട്, യാതൊരു എന്ത് തരത്തിലുണ്ട്, അതിൻ്റെ വികാരങ്ങൾ എന്തൊക്കെയാണ്, എവിടുന്നാണ് അത് വന്നത്, പിന്നെ സച്ച യോ സൽപ്രഭാവേന അതിനുള്ള പ്രഭാവം എന്താണ് ഈ ശരീരം തന്നെയുള്ള ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളും രണ്ടെണ്ണം പറയാനാണ് പറഞ്ഞത്. ഒന്ന് ക്ഷേത്രം വെച്ചാൽ ശരീരം. ഈ ശരീരം എന്താണെന്നുള്ളതിൻ്റെ സകലതും വിശദീകരിച്ച് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് അതിനെ ചൈതന്യവത്താക്കുന്ന ബോധമുണ്ടല്ലോ അതെന്താണെന്നും പറഞ്ഞു തരാം. ഇത് രണ്ടും അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രജ്ഞനെ പറ്റിയും അറിഞ്ഞാലുമില്ല. അപ്പോൾ ആദ്യത്തെ 4-5 ശ്ലോകങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം എന്താ, ശരീരം എന്താ എന്ന് കൊണ്ട് പറഞ്ഞു തരാം. നമുക്ക് തോന്നുന്നത് ശരീരത്തെ പറ്റിയൊക്കെ നമുക്ക് നല്ല പരിചയം ഉണ്ടെന്നാണ്. അടുത്ത് നോക്കുമ്പോഴാണ് ഒരു പരിചയവും ഇല്ല. നമ്മളെന്തോ ധരിച്ചു വെച്ചിരുന്നല്ലോ, അതൊന്നുമല്ല പറയണം. ആ ക്ഷേത്രം എന്താണ്, അതിൻ്റെ വികാരങ്ങൾ എന്താണ്, എത്ര ശക്തി ഉണ്ട് അതിന്, എല്ലാ കാര്യങ്ങളും സമാസേന എന്ന് പറഞ്ഞാൽ സമാസം വെച്ചാൽ കൂടിച്ചേർത്തിട്ട് ഒന്നും വിടില്ല, എല്ലാം ചേർത്ത്. പകുതി ഭാഗം ഇട്ടാൽ മുഴുവനാവില്ലല്ലോ. അതുകൊണ്ട് സമാസേന ഞാൻ നമുക്ക് പറഞ്ഞു തരാം. അതിനെ നീ ശ്രമിച്ചാൽ കേൾക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കേൾക്കണമെന്ന് അല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ടവരാകാൻ പറ്റില്ല ഇല്ലേ. അതെ, ശ്രദ്ധിച്ച് കേൾക്കും. ശ്രൃണു വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നു അല്ലേ. നമ്മൾ ബസ്സിൽ പോകുന്നു, പല ശബ്ദങ്ങളും അവിടേക്ക് വെക്കും, നമ്മളതൊന്നും ഓർക്കാറില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് പോണേൻ്റെ സമയത്ത് അല്ലെങ്കിൽ വഴിക്കലോ അവിടുന്ന് നമുക്കിഷ്ടമുള്ള സംഗതി കേട്ടുകരിക്കുക, അതപ്പോൾ ഓർമ്മ വരും. മറ്റൊന്നും സാരില്ല. അതുപോലെ ഇപ്പോൾ ഇത് വേണം, ശ്രൃണു വെച്ചാൽ എന്നർത്ഥം ശ്രദ്ധിച്ച് കേൾക്കും. ഇപ്പോൾ നമ്മൾ ഗീത കേൾക്കുന്നതൊക്കെ പലരും എങ്ങനെയാണ്, ഇയാൾ പറയും അയാൾ കേൾക്കുകയും ചെയ്യും, ഇത് ഇയാളെ കഴിഞ്ഞാൽ എല്ലാം മറക്കുകയും ചെയ്യും. കാരണം ശ്രദ്ധയില്ല. ശ്രദ്ധയൊക്കെയാണ് പ്രാധാന്യം. ശ്രദ്ധയില്ലെങ്കിൽ യാതൊരു ഗുണവുമില്ല. ശ്രദ്ധ എന്നുള്ളത് മനസ്സിൻ്റെ മാത്രം ശക്തിയാണ്. മനസ്സ് അത് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറയുന്നു ഭഗവാൻ. അതിനെ സ്വീകരിച്ച് തൻ്റേതാക്കണം അതാണ് ശ്രദ്ധയിൽ. മറ്റു നമ്മൾ കേട്ടു അങ്ങേപ്പുറത്തേക്ക് വിട്ടു, അപ്പോൾ നമ്മുടെ അല്ല. മറ്റു കേട്ട് അത് ഞാൻ അംഗീകരിച്ച് അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണല്ലോ ഇന്ത്യ ആവുന്നത്. അത് വേണമെങ്കിൽ വേണം, ശ്രദ്ധ വേണം ജീവിതത്തിൽ എല്ലാറ്റിനും. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ശ്രദ്ധാവൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള ആൾക്കേ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ഇല്ലാത്തവർ സാധിക്കില്ല. നമ്മൾ പലർക്കും ഈ അധ്യാത്മത്തെ പറ്റി ഒന്നും ഒരു പിടി കിട്ടാത്തത് നമ്മളതിനെ അശ്രദ്ധയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോകണമെങ്കിലും ശരി, നാമം ചൊല്ലുകയാണെങ്കിലും ശരി, ഗീത വായിക്കുകയാണെങ്കിലും ശരി, ശ്രദ്ധയില്ല. മനസ്സ് എവിടെയാണ്, നാവും കണ്ണും ഒക്കെ പണിയപ്പെടണ്ടാവും. അപ്പോൾ ആ സമയം കളഞ്ഞു എന്നല്ലാണ്ട് യാതൊരു ഉപകാരം ഉണ്ടായില്ല. നേരെ മറിച്ച് നമ്മൾ വായിക്കാനേ വേണ്ട, അങ്ങനെ നോക്കിയാൽ മതി. ശ്രദ്ധിച്ചിട്ട് അസലായിട്ട് പഠിക്കും. അങ്ങനെയല്ലേ നല്ലത്. ക്ലാസ്സിൽ ഉറക്കം പറയാണ്ട, നല്ല അങ്ങനെ നോക്കി വായിക്കുമ്പോഴാണ് അത് ഏറ്റവും മനസ്സ് ശ്രദ്ധാപൂർവമാണെങ്കിൽ കുറച്ചേ വായിച്ചെങ്കിലും അത് മുഴുവൻ മനസ്സിലാവും. മറ്റേ സ്പീഡ് കിട്ടില്ല. ഇത് വേഗം അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ വരിക, പിന്നെ അതിന് പോവില്ല, നെഗറ്റീവില്ല, പിന്നെ പിടിച്ചോട്ട് നിന്നൂല്ലോ, പിന്നെ എത്ര വേണമെങ്കിൽ കോപ്പി എടുക്കാം. മറ്റേത് അത് പറ്റില്ല. ഇനി അതിന് പറയാണ്, ഋഷിഭി ബഹുധാ ഗീതം ഛന്ദോഭി വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപതിശ്ചൈവ ഹേതുമത്ഭിൽ വിനശ്ചിതൈ. ഋഷിഭി ബഹുധാ ഗീതം. ഋഷികൾ, മഹർഷിമാർ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ ജയിച്ചവരെയാണ് ഋഷി എന്ന് പറയുന്നത്. അല്ലാണ്ട് കുറേ വേഷം, താടിയോ അല്ലെങ്കിൽ കാവ്യമുണ്ടോ എടുത്തോളൊന്നും പുറത്തല്ല, ഉള്ളിലാണ് ഋഷി എന്നല്ലോ. അതുകൊണ്ടാണ് ഒരു മഹാത്മാവിൻ്റെ ഇതിന് പേരെന്നെ എല്ലാം അറിഞ്ഞ ഒരാളായിരുന്നു. ഇതിൽ ഭാഗവതത്തിലുണ്ട് ഋഷഭൻ എന്നതിന് പേര്, ഋഷഭ ചക്രവർത്തി. ഈ ഋഷി കാളയുടെ പേരാ ഋഷഭൻ. കാരണം കാളയ്ക്കുള്ള പ്രത്യേകത ത്യാഗസന്നദ്ധനാണ്. അതിനൊന്നും അങ്ങോട്ട് വേണ്ട, കുറച്ചേ വേണ്ടു, എല്ലാം മടക്കി കൊടുക്കും. അപ്പോൾ ഋഷിമാർക്ക് ആ ശരീര നിലനിൽപ്പിന് മാത്രം കുറച്ച് വല്ലതുമാണെന്നല്ല, മറ്റൊക്കെ അവർ ത്യാഗത്തിന് തയ്യാറാണ്. ആ ഋഷികളെ ബഹുധാ ഗീതം പലതരത്തിലും പിന്നെ പാടിയിട്ടുണ്ട്. ഛന്ദോഭി,
ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഈ എന്താ മലയാളത്തിൽ പറയാ വൃത്തം ഇല്ലേ, വൃത്തങ്ങൾ പലതരം, ആകളി, കേക എന്നൊക്കെ പറയുന്ന വൃത്തമില്ലേ, ആ വൃത്തങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഈ വേദത്തെ പറ്റിയാണ്. വേദങ്ങളൊക്കെ വൃത്തത്തെ ആസ്വദിച്ച നിയമിതമായ വൃത്തത്തോടു കൂടിയ ആ വേദത്തിനെയാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അതിൽ വൃത്തഭംഗിക്ക് വ്യത്യാസമില്ല, കുറച്ച് വൃത്തത്തിന് ചുരുക്കം വരും. അതിനാണ് യജുർവേദം എന്ന് പറയുന്നത്. യജുർവേദത്തിൽ കുറച്ച് വ്യത്യാസം വരും. സംഗീതാത്മകമാണ്, അതിനെയാണ് സാമവേദം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഋഷി ബ്രഹ്മസൂത്ര ഉപദേശിച്ച ബ്രഹ്മസൂത്രത്തിനെ പറ്റിയിട്ടും പലരും എഴുതിയിട്ടുണ്ട്. അതിനെ കൊണ്ടും ഹേതുമദ്ഭി വിനിശ്ചതേ, ഇതിൻ്റെ കാരണം എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പണ്ട് തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരാം. അപ്പോൾ സ്വന്തം ഒരു അഭിപ്രായമല്ല പറയുന്നത്, അനവധി ആളുകൾ സ്വയം അനുഭവിച്ചിട്ടുള്ള സിദ്ധാന്തത്തെയാണ് പറയുന്നത്. അതാ പിന്നെയും പറഞ്ഞത്, അഭിപ്രായമല്ല അനുഭവം കൊണ്ട് വന്നിട്ടുള്ള സിദ്ധാന്തത്തെ, ഈ എന്താണ് ശരീരം എന്നുള്ളത് പറഞ്ഞു തരാൻ പറയും. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിർ അവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര. മഹാഭൂതങ്ങൾ 5 ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. മഹാഭൂതാനി അഹങ്കാര, ഇതുണ്ടായാൽ പോരാ, അത് ഉണ്ടെന്ന് അഹത്തിന് ഒരു ആകാരം ഉണ്ടാവും. അഹം എന്നുള്ളത് പൂർണ്ണമാണ്. അഹം ബ്രഹ്മാസ്മി എന്നാണ്. അവിടെ അതിന് ആകാരമില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കാനും വയ്യ, മനസ്സിലാക്കാതിരിക്കാനും വയ്യ. ഈ മനസ്സിലാക്കാതിരിക്കുക എന്നൊക്കെ പരിമിതത്തിനേ ഉള്ളൂ. അതാവുക. മഹാഭൂതാനി അഹങ്കാരം. അപ്പോൾ ഞാൻ ശരീരമാണെന്ന് തോന്നല്, അപ്പോഴല്ലേ ശരീരമുള്ളൂ. അഹങ്കാരോ ബുദ്ധി, അത് നമുക്ക് മനസ്സിലാവും. അവ്യക്തം ഏവച, അവ്യക്തം എന്നുള്ളതിന് പ്രകൃതി എന്നർത്ഥമാണ്. വ്യക്തത ഉണ്ടല്ലോ, വ്യക്തത ആയാൽ അത് ചെറുതാവും, അങ്ങനെയാണല്ലോ. പരിപൂർണ്ണമല്ലാത്തല്ലേ. അവ്യക്തം എന്നുള്ളത് പൂർണ്ണമുണ്ട്, പക്ഷെ ബോധമില്ല. ഇതാണ് ഇതിന് പ്രകൃതിക്ക് അവ്യക്തം. 3 ഗുണങ്ങളും ഒപ്പം നിൽക്കുക, സത്വം, രജസ്, തമസ്, ഇവ 3 ഒന്നിച്ച് ഒരേപോലെ നിൽക്കുമ്പോൾ അതിനെ അവ്യാകൃത പ്രകൃതി എന്നാ പറയാം. അതിലേതെങ്കിലും ഒന്ന് വ്യത്യാസം വന്നാൽ അപ്പോൾ എന്തായി, വികൃതി, മാറ്റം വന്നു, വികൃതി വരും. നമ്മൾ പറഞ്ഞത് ഈ വികൃതി പറഞ്ഞാണ്, പറഞ്ഞു കൂട്ടാക്കേണ്ട വല്ലതും ചെയ്യണമല്ലോ, അവനെയാണല്ലോ വികൃതിയുള്ള കുട്ടി വരിക. അപ്പോൾ ആ മാറ്റം വരുന്നു, അവ്യാകൃത പ്രകൃതി. അപ്പോൾ മഹാഭൂതാനി അഹങ്കാരവും ബുദ്ധി അവ്യക്തമേവച ഇന്ദ്രിയാണി ദശയിക, 10 ഇന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വിശേഷണം ആവശ്യമില്ലല്ലോ. എന്താണ്, കാത്, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, അങ്ങനെ പറഞ്ഞു. അതുമാതിരി വലിയ 5 കൈ, അത് കർമ്മേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, പിന്നെ ഉപസ്ഥം, ഗുദം, നാവ് കൊണ്ട് പറയണമല്ലോ, അങ്ങനെ 5. അപ്പോൾ ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളത് 5. അതെന്താണ്, ശബ്ദസ്പർശ രൂപ രസഗന്ധം, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ മഹാഭൂതാനി അല്ലേ, അത് 5. അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, ഇന്ദ്രിയങ്ങൾ 5 അല്ല 10, ഇന്ദ്രിയ ഗോചരങ്ങൾ 5. ഇതെല്ലാം കൂടി വരുമ്പോൾ 24 എന്ന് വരും. 24 തത്വങ്ങൾ. ഇനി അതോട് കൂടിയിട്ട് ശരീരത്തിൽ ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാതശ്ചേതനാധൃതി, ഏതത് ക്ഷേത്ര. ആദ്യം ഈ മാറ്റം വരുന്നതിനെ പറ്റി പറയും. അതായത് സാഖ്യയോഗം ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 24 തത്വങ്ങൾ. ആ 24 തത്വങ്ങളെ അതിൽ പറഞ്ഞു. ഇനി മനസ്സിൻ്റെ ചില വ്യത്യാസങ്ങൾ. ഇച്ഛ, ഞാൻ പൂർണ്ണനല്ല എന്ന് വരുമ്പോഴാണല്ലോ ഇച്ഛ വരിക. അതായത് നിങ്ങൾ ആത്മജ്ഞാനം മറക്കുക, അപ്പോഴേ ഇച്ഛ ഉള്ളൂ. പൂർണ്ണജ്ഞാനം വന്ന ആൾക്ക് ഇച്ഛയില്ല. ഇച്ഛ, ദ്വേഷം. ആ ഇച്ഛ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വികാരത്തിൻ്റെ പേര് ദ്വേഷം. ദ്വേഷ. കിട്ടിയ സുഖം, കിട്ടിയില്ലെങ്കിൽ ദുഃഖം, സുഖം, ദുഃഖം, സംഘാതം, ഇവയെ കൂട്ടിച്ചേർക്കുന്ന ഒരു ശക്തിയുണ്ട് ഇതിന്. ഈ ഭൗതികവാദികൾ
പ്രകൃതി എല്ലാം കൂടി ചേർന്നാൽ അപ്പോൾ തന്നെ ഈശ്വരൻ ജീവനായി. അതിനൊരു ഈശ്വരനൊന്നും വേണ്ട എന്നാണ് അവർ സാധാരണ പറയുക. കുറച്ച് അവരോട് നമുക്ക് സഹതാപം തോന്നണം, പാവങ്ങളാണ്, ഇതിനെ ഒക്കെ കൂടിച്ചേർന്നാൽ മതി. അവരോട് അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാണ് കൂടി ചേരാച്ച ആരാ ചേർക്കുക. അപ്പോൾ ചേർക്കുന്ന ഒരാൾ ഇന്ന് പുറമാവണല്ലോ, വേണ്ടേ? അത് സാധിക്കില്ലോ. ഇവിടെ ഇവയെ ചേർക്കാൻ വേറെ ഒന്നും വേണ്ട, ശരീരം തന്നെ ഉണ്ട്. സംഘാതം എന്ന ശക്തി ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിനെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള ഒരു ശക്തിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി എന്ന ബോധമാണ് എന്താ ആത്മാവ്. നോക്കി ജ്ഞാനികൾക്ക് ആ ബോധാത്മാവ്. ഇതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇരുട്ടാണ്, ഒന്നും കാണില്ല. വെളിച്ചം കണ്ട് കൊണ്ടുവന്നാൽ മതി, എല്ലാ സാധനവും കാണാം. നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഈ വെളിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും എപ്പോഴൊക്കെ ആ ബോധം നിൽക്കുന്നു, ബോധമുണ്ടാവുമ്പോൾ ശരീരം ശിവനും, ബോധമില്ലെങ്കിൽ ശരീരം ശവമാണ്. അപ്പോൾ അവർക്ക് ഇതറിയാണ്ട് ഈ സംഘാതം എന്നുള്ളത് ഒരു വേറെ ശക്തിയെ വെച്ചു. അല്ല, ഇത് പ്രകൃതിയുടെ തന്നെ ശക്തിയാണ് കൂട്ടിയത്. അതാണ് ഗീത പറയുന്നത്. ഇതാണ് ഇത്ര ശാസ്ത്രമാണ് ഗീത എന്ന് പറയുന്നത്. മറ്റവർക്കത് മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞാലും. ഇച്ഛാ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാതം, ചേതന. ഈ സംഘാതം വരുമ്പോഴാണ് ഇളക്കം വരുന്നത്. ചേതന, ചൈതന്യവും ചേതനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൈതന്യം എന്നുള്ളത് ഏതൊരു ശക്തി കൊണ്ടാണോ ഈ ഇളക്കം ഉണ്ടാവുന്നത് അതാണ്, അത് ഈശ്വരനാണ്. ഇതിവിടെ ചേതന പറഞ്ഞാൽ അതിൻ്റെ നാം കാണുന്ന ചലനം. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് പറഞ്ഞാൽ അവന് പിടിച്ച് നല്ല പോലെ നല്ല ധൈര്യം എന്ന് വെച്ചാൽ കാര്യം ഉണ്ടായാൽ പോരാ, ധൈര്യം ധൈര്യം എന്താ, അതും മനസ്സിൻ്റെ തന്നെ ഒരു ഗുണമാണ്. ഇതൊക്കെ മനസ്സിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇച്ഛ, ദ്വേഷ, സുഖ, ദുഃഖ, സംഘാത, ചേതന, ധൃതി. ഏതത് ക്ഷേത്രം, ഇങ്ങനെ ഇതെല്ലാം കൂടി ഉണ്ടല്ലോ. ഇതിനെയാണ് ക്ഷേത്രം. ഇങ്ങനെ സമാസേന, സമാസം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. സംസ്കൃതത്തിലുണ്ട് ഇല്ലേ, രാമനും കൃഷ്ണനും, അതിന് ദ്വന്ദ്വസമാസം, രണ്ടെണ്ണം ഒരേപോലെ. അപ്പോൾ രാമകൃഷ്ണൻ വ്യത്യാസമില്ല. അങ്ങനെ സമാസേന സവികാരം ഉദാഹൃതം. സവികാരം വികാരമുള്ളത്, ഇതൊക്കെ മാറ്റുള്ളതാണ്. അതിൻ്റെ ഉദാഹൃതം കാണിച്ചു തന്നു. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് ശരീരം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി വായിക്കുന്ന മഹാഭൂത അന്യഹങ്കാരോ ബുദ്ധി അവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര ഇച്ഛാ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതനാധൃതി. ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം എന്ന് വരെ അവിടെ കഴിഞ്ഞു. ആരെയാപ്പെ പറ്റി പറഞ്ഞത്? ക്ഷേത്രം. ഇപ്പോൾ ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വിവരം ഉണ്ടാവണം. ഇനിയിവിടെ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, ഇത് മാറാൻ എന്താ വഴി എന്നാണ് അതിലിപ്പോൾ ആവശ്യം. ഇതൊക്കെ ക്ഷേത്രമാണല്ലോ, ക്ഷേത്രജ്ഞനെ വേണ്ടേ? ക്ഷേത്രജ്ഞനെ അറിയല്ല, ക്ഷേത്രജ്ഞൻ അറിവണം. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ ചില മാർഗം വേണം. അതിപ്പോൾ ഉണ്ടെങ്കിലും പ്രകടമല്ല, അപ്രകടമായിട്ടില്ല. അതെന്താണെന്നുള്ളതിന് ഇനി ഒരു 20 ഗുണങ്ങളെ പറ്റി പറയാനാ പോടും ഗീത. ഇതിന് ഈ 20 ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രജ്ഞന് എന്താണെന്ന ബോധം തന്നെ ഉദിക്കും. വാക്കനേതാണ് ഉദിക്കുക, ഉണ്ടാക്കല്ല. അവിടെ ഉണ്ടത് മറിഞ്ഞിരിക്കുക, സൂര്യനെ കൊണ്ട് ഉദിക്കുക. അതുണ്ടാവും പറയേണ്ടത് 20 വളരെ പ്രധാനപ്പെട്ട ഈ ഇതിന് ജ്ഞാനേശ്വരി എത്രയാ 1000 ശ്ലോകത്തിലാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാന ഭാഗമാണ് പരിമൂല. എല്ലാവരും പറയാറുണ്ട്. ഇനി ഇതൊക്കെ വേഗം പറയാം. നമ്മൾ കുറേ പരിചയം ഉണ്ടാവുകൊണ്ട് ഞാൻ കുറച്ച് പറയണത്, അല്ലെങ്കിൽ ഓരോന്നിനെ പറ്റിയും പറയണം. എന്നാലും പറയാൻ നോക്കാം. ഇനി ഈ വികാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റം, വിശേഷേണ ഉള്ള ആകാരം എന്നർത്ഥമാണ്. അതെ, ഇപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഒരു ആകാരമാണ്, ഇത്തിരി കഴിഞ്ഞാൽ വേഷം കെട്ടിയ വേറൊരു ആകാരം, പിന്നെ ഒരു വേഷം കെട്ടിയ വേറൊരു ആകാരം മാറണില്ലേ? ഞാൻ മാറുന്നില്ല, ആകാരേ മാറണുള്ളൂ.
അതുപോലെ ഇവിടെ ബോധത്തിനൊരു മാറ്റമില്ല, മനസ്സിൻ്റെ മാറ്റങ്ങളെയാണ് നമ്മൾ വികാരം എന്ന് പറയുന്നതല്ലോ, അല്ലേ? ശരീരത്തിൻ്റെ തന്നെ അല്ലല്ലോ, അത് വികാരമല്ല. അവിടെയും മാറ്റമുണ്ട്, അതിന് കുറച്ചും കൂടി സ്ഥൂല. ഇതങ്ങനെയല്ല, സൂക്ഷ്മമാണല്ലോ. ഇതിനെ മാറാനായിട്ട് ഭഗവാൻ ഇവിടെ ഇപ്പോൾ ക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണല്ലോ. അപ്പോൾ ക്ഷേത്രജ്ഞൻ ആരാന്നറിയണമെങ്കിൽ അതിന് ഈ ഗുണങ്ങളുണ്ടായാൽ അയാൾ ക്ഷേത്രജ്ഞനെ വേഗം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും, എനിക്ക് മനസ്സിലാവും എന്ന് പറയുന്നത്. 5 ശ്ലോകത്തിലാണ് ഇത് പറയാൻ പോണത്. അവളെ ഈ ഗുണങ്ങൾ പറഞ്ഞതിന് പകരം ഗീത എന്ത് പറഞ്ഞിട്ടോ, അവയ്ക്കൊക്കെ ജ്ഞാനം എന്ന് പറഞ്ഞു. ഞാൻ ജ്ഞാനം പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാനത്തെ മാറ്റാൻ സൗകര്യപ്പെടുന്ന സാധനങ്ങളാണല്ലോ ജ്ഞാനം. അപ്പോൾ അതിന് ഒരു സെറ്റ് ഗുണങ്ങൾ, സൽഗുണങ്ങൾ, വെറും ഗുണമല്ല, ഗുണത്തിന് തന്നെ സൽഗുണമുണ്ട്. അതെന്താന്ന് വ്യക്തമായിട്ട് പറയാനിവിടെ. തുടക്കം തന്നെ ഓരോന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്രയൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സ് മുഴുവനും നശിക്കുക എന്ന് പറയാൻ പാടില്ല, നാമരൂപങ്ങളിൽ മാറ്റം വരുന്ന ഈ പ്രകൃതിയുടെ സാധനങ്ങളോട് കൂടിയാണ് മനസ്സ് ഒട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ശരിയായിട്ടുള്ള ധ്യാനം ഉണ്ടാവാൻ ഇത്ര പ്രയാസം. ആ ഒട്ടൽ അതൊന്നും ഇങ്ങോട്ട് മാറിയാൽ മതി. ശക്തി എന്നുള്ളതിന് എന്താ അർത്ഥം? ശക്തി വളരെ പ്രാവശ്യം കേൾക്കേണ്ടതാണ്. ഒട്ടാൻ പറ്റാത്ത സാധനങ്ങൾ തമ്മിൽ ഒട്ടി എന്ന് തോന്നലാണ്. ഇപ്പോൾ നല്ലെണ്ണയും വെള്ളവും കൂടി ഒഴിച്ചാൽ അതിങ്ങനെ കുഴന്ന് കിടക്കുകയല്ലാണ്ട് അത് ഒട്ടില്ല, വയ്യ. നേരെ മറിച്ച് പാലിലാണ് വെള്ളം ഒഴിച്ച് വെച്ചാൽ പിന്നെ പറയേണ്ട അങ്ങോട്ട് കിട്ടില്ല, ഒന്നിച്ചു വരും. അതുപോലെ ആത്മാവും ശരീരവും എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നല്ലെണ്ണയും വെള്ളവും പോലെ അത് ഒട്ടിന്ന് തോന്നും എന്നാണ്. അങ്ങോട്ട് എടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ടല്ലോ. വെണ്ണയിൽ വെള്ളം അങ്ങോട്ട് എടുക്കുകയില്ല. എന്നാൽ അത് തീയിൽ വെച്ചാൽ ആ വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് പോകണം, അതിനെ നിർത്തുള്ളൂ. എടുക്കാൻ കിട്ടില്ല, എന്നാൽ ചേർന്നുണ്ടോ ഇല്ല. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥിതി. നമ്മൾ ആത്മാവാണ്, പക്ഷേ ശരീരമാണെന്ന് ധരിച്ചിരുന്നു. അത് പോയി കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയത് വന്നതെന്ന് വെച്ചാൽ അതില്ലാതെയാക്കാൻ വന്ന കൂടി തന്നെ വേണ്ട പിന്നാക്കം പോകാൻ. അത് സാധിക്കണം. നേരെ മറിച്ച് ഞാൻ ആത്മാവാണെന്നുള്ളത് പരമാർത്ഥമാണ്, അതിനെ പിന്നെ മാറ്റാൻ വയ്യ. അപ്പോൾ പറയണു അമാനിത്വം. ഓരോ നല്ലതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാനം എന്നുള്ളതിന് അളവ് നടത്തണം, മാനം. അപ്പോൾ അമാനിത്വം അളവില്ലാത്തത്. ഇപ്പോൾ ഈ പൂർണ്ണമായ ബോധം അത് ഇൻഫിനിറ്റ് അല്ലെങ്കിൽ അനന്തമാണ്. അപ്പോൾ അതിലോട്ടൊന്ന് ചേര്, അതൊന്നൊന്ന് കിഴിക്കുകയോ ഒന്നും വയ്യ. അമാനിത്വം ചാലനർത്ഥം അളവില്ല, അളവ് വിട്ടത്. ഇപ്പം നമ്മളുടെ ഞാൻ ശരീരമാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ, അത് മാറാനില്ല. ഇപ്പോൾ ആദ്യം തന്നെ എന്ത് വേണം? നമ്മുടെ അളവൊന്ന് മാറ്റണം പറഞ്ഞു. ഒന്ന് ഇൻഫിനിറ്റ് അല്ലെങ്കിൽ അപരിമിതം, ശരീരം പരിമിതം. ഇവ തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അതുകൊണ്ടല്ലോ ദുഃഖമൊക്കെ. അതില്ല എന്ന് പറയാൻ ആദ്യം അവിടെ കൈവച്ചു പോകാൻ. ആദ്യത്തെ തെറ്റ് ഞാൻ പരിമിതനാണ് എന്ന തെറ്റിദ്ധാരണയാണ് എല്ലാത്തിൻ്റെയും മൗലിക കാരണം. അത് ഉണ്ടാവാൻ കാരണം എന്താണ്? അറിവില്ലാഞ്ഞിട്ട്. അപ്പം അറിവുണ്ടായത് ഉണ്ടാവില്ലോ. അതുകൊണ്ടാണ് ജ്ഞാനം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അറിവ് പറഞ്ഞു തരാച്ചാൽ അറിവുണ്ടാവാനുള്ള കാര്യം പറഞ്ഞുതരാം. അറിവ് പറഞ്ഞു തരില്ല, അറിവാണല്ലോ. അറിവുകൊണ്ടല്ലേ മനസ്സിലാവുന്നത്. അറിവ് പറഞ്ഞു തരാൻ വെച്ചാൽ അറിവ് ഉണ്ടാവാനുള്ള മാർഗം പറഞ്ഞു തരാം. ആദ്യത്തെ മാർഗം വേണ്ടത് ഒന്ന് അപരിമിതമായ ആത്മാവും, രണ്ട് പരിമിതമായ ശരീരവും. ഇവ തമ്മിൽ ബന്ധമുണ്ട് എന്ന് തോന്നലാണ് എന്താണ്? അഭിമാനം ആണ്. അമാനിത്വം എന്താണ്? അഭിമാനം. അഭിചെന്നവർക്ക് മാനം അളവ്. ശരീരം ഞാനാണ് എന്ന തോന്നലാണ് അഭിമാനം. അതുണ്ടാവരുത്. അമാനിത്വം. അദംഭിത്വം. ദംഭം എന്ന് വെച്ചാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കണേനാണ് ദംഭം. അമാനിത്വം അതരുത്. അദംഭിത്വം. ദമ്പതികളെ കാട്ടിക്കൂട്ടുക.
പണമൊന്നുമില്ല, നല്ല വലിയ വലിയ സൽക്കുള്ള ഇതൊക്കെ ചുറ്റി അമ്പലം നടക്കുമ്പോൾ ആൾ പണക്കാരനാന്ന് തോന്നും. ആൾക്ക് ഇല്ല, ഒന്നുമില്ല, കാട്ടിക്കൂട്ടുകയാണ് അല്ലല്ലോ. നമ്മളിപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ആത്മാവാണ്, ശരീരം അന്ന് കാട്ടിക്കൂട്ടുക. എത്ര കാട്ടിക്കൂട്ടിയാലും നമ്മൾ ആ ശരീരം പോവും, ആത്മാവോട്ട് പോവില്ല. അപ്പോൾ അത് പാടില്ല. അല്ലാണ് അത് ദംഭം, എത്ര രസമറിയോ, അമാനിത്വം, അദംഭിത്വം, അഹിംസ. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്ക്. അഹിംസ വെച്ചാൽ ആരും ഒന്നും ഉപദ്രവിക്കാതിരിക്കുക, ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് പൊതുവെ ധാരണ. അത് അഹിംസയല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ശാരീരികമായിട്ട് അഹിംസ ഈ ലോകത്തിൽ സാധ്യമല്ല. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഈ മത്സ്യം മറ്റൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അഹിംസയല്ലേ ചോദിക്കും. അതല്ല അഹിംസ. അഹിംസ എന്ന് പറയുന്ന പേര് സ്നേഹം എന്നാണ്. ആരെയാണോ നമുക്ക് സ്നേഹമുള്ളത് അവരെ നമ്മൾ ഉപദ്രവിക്കില്ല. അപ്പോൾ എല്ലാം ഈശ്വരനാണെന്ന ഭാവം വന്നാൽ പിന്നെ നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല. പിന്നെ നിങ്ങൾ മത്സ്യമാംസം കഴിക്കരുതെന്ന് പറയേണ്ട ആളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഈ അഹിംസ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അല്ല, ഡോക്ടർ നമ്മളെ കീറി ചീത്തത്തരൊക്കെ ശരീരത്തെ വലിച്ച് കാറ്റിലെറിഞ്ഞ് പിന്നെ നേരെയാക്കണം. എന്തൊരു ഹിംസയാൾ ചെയ്യുന്നതെന്നല്ലേ പറയാറില്ല. എത്ര അഹിംസയാണ്, സ്നേഹ ചെയ്യുന്നത്. അപ്പോൾ ദ കൈൻഡ് ക്രൂവൽ നൈഫ് ഓഫ് ദ ഡോക്ടർ എന്ന് പറയും. രണ്ടുമാണ്, കൈൻഡുമാണ് ക്രൂവലുമാണ്. പക്ഷേ അതിൽ കൈൻഡിനാണ് പ്രാധാന്യം. അപ്പോൾ തെറ്റിദ്ധാരണ വരാൻ പറ്റുന്നത് അഹിംസ എന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങോട്ട് കാട്ടിയാലും കൊള്ളുക എന്ന് പറഞ്ഞാൽ ഭീരമൊന്നുമല്ല ഈ അഹിംസനെ. അങ്ങോട്ട് എന്ത് ചെയ്യാൻ സാധിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കണം, അപ്പോഴേ അഹിംസ ഉള്ളൂ. മറ്റേ ഭീരത്വം എന്ന പേര് ഗാന്ധിജിയെ സമ്മതിക്കാറില്ല. 3 തരമുണ്ട്. ഒന്നിനും കൊള്ളാരുത്തൻ, എന്ത് കാട്ടിയാലും കൊണ്ടുകൊണ്ടിരിക്കുക, അവന് അഹിംസ എന്നല്ല ഭീരം എന്ന് പറഞ്ഞു. അതിനേക്കാൾ എത്രയോ ഭേദമാണ് അങ്ങോട്ട് കാട്ടി അപ്പടിക്കുക, അങ്ങോട്ട് അസലടി മേടിക്കുക. അതിന് പേര് ഹിംസ. നല്ലതാ ഈ ഏതിനെ അപേക്ഷിച്ച് ഭീരുത്വത്തെക്കാൾ. അതിനേക്കാൾ എത്രയോ മേലെയാണ് ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് ഒരൊറ്റ അടിക്കുക അവനെ കൊല്ലാൻ പറ്റും. ഒന്നും ചെയ്യാത്ത പാവം തന്നെ ഇപ്പം ഞാൻ വിടണുട്ടോ എന്ന് പറയാം. അത് കാരണം എന്താണ്, അതും സത്യമാണല്ലോ. സത്യം ച സമദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമം, എല്ലാം ഒന്നാണ്, ഈശ്വരനാണ്, കാണലാണ് സത്യം. ആ ആൾക്ക് ഹിംസ കൂടാണ്ട് പറ്റില്ല. കാരണം ഞാൻ അടിക്കുന്ന ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ ആൾക്ക് സാധിക്കില്ല. വളരെ മനസ്സിരുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമ. എന്തു വന്നാലും ക്ഷമിക്കുക. ആർക്കേ സാധിക്കുള്ളൂ? ഈ അമാനിത്വം അദംഭിത്വം ഒക്കെ ഉള്ള ആൾക്കേ ഇത് സാധിക്കുള്ളൂ. ശക്തനെ എന്താണ്, ശക്താനാം ഭൂഷണം ക്ഷമ എന്നുണ്ടല്ലോ. ശാന്തി, ആർജവം. ആർജവം എന്ന് നേരെ നടത്തണം. അല്ലെ, കൂടത്വമില്ല, കുടിലത്വം, വളഞ്ഞു പോകുന്നതല്ല, നേരെ ആർജവം. ഋജു എന്ന് പറഞ്ഞാൽ ഋജുരേഖ എന്ന് പറഞ്ഞാൽ നേർരേഖ എന്നർത്ഥം. അതിൽ വളവൊന്നുമില്ലല്ലോ. കാരണം ഇത് ഇന്ത്യയാണ്, അത് ഇന്ത്യയല്ല, അത് ശത്രുവാണ്, ഇത് മിത്രമാണ്, ഇതൊക്കെ എന്താണെന്നൊക്കെ വളവാ മനസ്സിൻ്റെ. കാരണം ഇതൊക്കെ ഒന്നാ, അങ്ങനെ തോന്നുന്നത്. അപ്പോൾ മനസ്സിൻ്റെ തെറ്റിദ്ധാരണയല്ലോ, അത് ഇല്ല. നേരെ വഴിക്ക് ഈശ്വരനും ജീവനും ഒന്നാണെന്ന് നേരെ വഴി. അതുകൊണ്ടാണ് ഇങ്ങനെ അതുള്ള ആളാകൊണ്ടാണ് ഇത് ഈ ചോദ്യം ചോദിക്കുന്ന ആളെ അർജുനൻ എന്ന് പേരിട്ടത്. എൻ്റെ തോന്നി അത് ശരിക്കും ചോദിക്കും. സൂത്രമൊന്നുമില്ല, കള്ളത്തരമില്ല, എടുത്തു വയ്ക്കലൊന്നുമില്ല. ചോദിക്കാൻ വീട് ചോദിക്കും. തെറ്റാണെങ്കിൽ ശരി, അത് സ്വീകരിക്കും. അപ്പോൾ അതുണ്ടാവണം. അധികം ആൾക്കും ഇതൊന്നുമില്ല, ഈ ഋജുതയില്ല. എപ്പോഴും ലേശൊരു അടിയിലൊരു മാന്തലുണ്ട്. എന്നിട്ട് പറയാണ്, കണ്ട ആളെയൊക്കെ സന്തോഷമല്ലേ സ്കാമല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട്, പറയില്ല. അപ്പോൾ അതല്ല, എൻ്റെ ദേഷ്യം തന്നെ കണ്ട എനിക്ക് ഇന്ന കാര്യങ്ങളോട് നിങ്ങൾ ദേഷ്യമുണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അയാളാ നല്ല ആൾ. കാരണം ഉള്ളത് പറയണമല്ലോ അർജുനൻ. നോക്കൂ, ഓരോന്നും മനസ്സിലെത്തണം. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം. ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇത് പൈസ കൊടുത്തൊരു പീടികയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ കുഴിച്ചെടുത്ത് കിട്ടുന്നതോ ഒന്നുമല്ല. ആചാര്യൻ. ആരാ ആചാര്യൻ? ഞാൻ പറയാറുണ്ട്, 3 മാഷ് ഉണ്ടല്ലോ, ആചാര്യൻ ഉണ്ടല്ലോ, ഗുരുനാഥൻ, വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇടയ്ക്കൊക്കെ മാഷേ ഉള്ളൂ. മാഷ വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരിക, അതൊന്നും ഞാൻ ചെയ്യൂല എന്നർത്ഥം. അയാളാണ് മാഷ്. മേഷ് എന്താ മേഷ പറഞ്ഞാൽ എനിക്ക് കുറവാണ്, ഒന്നിനും കൊള്ളില്ലാത്തതുണ്ടേ. അത് മാത്രമല്ല അതിൽ കച്ചവടമാണ്. അത് കൊടുത്തതിൻ്റെ പൈസ കൊണ്ട് മേടിക്കുകയും ചെയ്യും പറഞ്ഞു കൊടുത്തിട്ട്. അധ്യാപകൻ എന്നുള്ള ഏകദേശം എവിടെയാണ് താഴ്ന്നത്? അധ്യാപകൻ.
അതിലും മേലെയാണ് ആര്? ആചാര്യൻ. കാരണം താൻ എന്തു പറയുന്നു അത് ആചരിക്കുന്ന ആളാണ്. നിങ്ങൾ ചെയ്തുമല്ലോ ചോദ്യമില്ല, ഞാനത് ചെയ്യും. ആചാര്യൻ വളരെ കേമന ആചാര്യൻ. അതിലും മേലെയാണ് ഗുരുനാഥൻ. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. കാരണം ആ പ്രകാശത്തിൻ്റെ പേരാണ് ഗുരുനാഥനെ. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഇവിടെ ഗുരുവിനെ പറ്റി പറഞ്ഞില്ല, താൻ എന്ത് പറയുന്നു അതുപോലെ ആചരിക്കണം. ആചാര്യ ഉപാസന അല്ലെങ്കിൽ അങ്ങനെ ചാരി ഇരുന്നാൽ മതിയോ ആചാര്യനെ? അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ താനും ചെയ്യുക. ആ ഉപാസന വേണം, ആചാര്യ ഉപാസനം. ശൗചം, പലരും അതിനൊക്കെ പുറത്തു പോയ ശൗചം കഴിക്കുക. ശൗചം എന്ന് പറഞ്ഞാൽ അത് ശാരീരിക ശൗചമാണ്. ഇപ്പം ഇവിടെ പറയേണ്ടത് മനസ്സിൻ്റെയാണ്. അപ്പം എന്താ ഈ ശൗചം? ചളി ഇല്ലാതിരിക്കുക, അങ്ങനെയല്ലേ? ഭാഗവതം തന്നെ പറയുന്നു. നമ്മുടെയൊക്കെ വിചാരം ഈ ഭാഗവതം സാധാരണ ആളുകളുടെ എപ്പോഴും എത്രയും വിചാരം കുറേ കഥാപുസ്തകമായി ഈ ഭാഗവതവും രാമായണം നോക്കണം. അങ്ങനെ വന്നാൽ വേദാന്തത്തിൻ്റെ ഒരു സാമാന്യ അറിവെങ്കിലും ഇല്ലെങ്കിൽ ഭാഗവതം രാമായണം ഇതൊക്കെ എന്തോ കുറേ കടങ്കഥകളാണെന്നേ തോന്നുള്ളൂ. ഭൂരിഭാഗം ആളുകളും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതിലത്തെ കഥകളൊക്കെ അവർ വളരെ രസമായിട്ട് പറയും. അതിലത്തെ തത്വം എന്താണെന്ന് അവർക്കൊന്നും അറിയില്ല. ഭാഗവതം ഈ ഓരോ വാക്കിനും ഭാഗവതത്തിലൊരർത്ഥം കേട്ടാൽ നമുക്ക് അത്യന്തം അത്ഭുതം തോന്നും. ശൗചം എന്നുള്ളതിന് കർമ്മസ്വസംഗമ ശൗച എന്നാ ഭാഗവതം. കർമ്മങ്ങളിൽ അസംഗം ഒട്ടാതിരിക്കുന്നില്ലേ, അതിൻ്റെ പേരാണ് ശൗചം എന്നാ. ഇപ്പം നമ്മൾ ഓരോ കർമ്മം ചെയ്താലും അതിനോടുകൂടി ഒട്ടി. അങ്ങനെയല്ലേ? കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയായിട്ട് ഞാനാണ്ട് ഒട്ടി. ഇപ്പം എൻ്റെ ആയിന്നാ തോന്നലേ, ഒന്നും ആയിട്ടില്ല, ഞാൻ സങ്കല്പിച്ചതാ. അല്ലാണ്ട് അവർ ഞങ്ങൾ രണ്ടാളും ഒന്നാവുണ്ട. ശൗചം കർമ്മസു അസംഗ, അതിൽ സംഘമില്ലാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഭാര്യ കളയണമെന്ന് പറയുന്നില്ല, എൻ്റെ ഭാര്യയാണെന്നും അവർക്ക് എൻ്റെ ഭർത്താവാണെന്നും എന്നുള്ള തോന്നൽ വരുമ്പോൾ എന്തുണ്ടാവുന്നു? പരിമിതമായി. അപ്പോൾ ദുഃഖം വേണ്ടി വരും. അപ്പോൾ കർമ്മങ്ങളിൽ സംഘമില്ലാതിരിക്കുക. സംഘം എന്നുള്ളതിന് ഞാൻ പറഞ്ഞതാണ്. സംഘം, സംച വേണ്ട പോലെ, ഗം ച ഒട്ടുക. ഇംഗ്ലീഷിൽ ഗം ച ഈ പശാന്ന് പശാണല്ലോ, ഇതൊന്ന് വന്നതാണ്. സംഘം ഒട്ടുക, ഒട്ടാത്തത് ഒട്ടി തോന്നുക. ആ ഒട്ടാത്തത് ഒട്ടി തോന്നുമ്പോൾ എന്ത് വേണം? അത് ചെളി കളയണമല്ലോ. അതുമാതിരി ഇപ്പോൾ പുറത്തേക്ക് പോയാൽ ലേശം അവിടെ ഒട്ടലുണ്ടാവും. അതുകൊണ്ടാണ് അത് വെള്ളം കൊണ്ട് കളയണമെന്ന് പറഞ്ഞത്. അതാണ് ശൗചം. അത് ബാഹ്യ ശൗചം. ബാഹ്യ ശൗചം വേണം, വേണ്ടെന്നില്ല. അതിന് വെള്ളം കൊണ്ട് ആ ശൗചം തരാവും. മറ്റേത് ആന്തര ശൗചം വെള്ളം കൊണ്ട് പോവില്ല. അത് നമ്മൾ ഈ ആചാര്യോപാസന മുമ്പ് പറഞ്ഞ അമാനിത്വം അധഭക്തം ഉണ്ടെങ്കിലേ ഈ ശൗചം സാധിക്കുള്ളൂ. ശൗചം. സ്ഥൈര്യം. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യമല്ല, സ്ഥൈര്യം സ്ഥിരത. ഒന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സ്ഥൈര്യം. ആത്മവിനിഗ്രഹം. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് എന്നർത്ഥം. വിനിഗ്രഹം വിശേഷേണ നിഗ്രഹിക്കുക. ആരെ? ആത്മാവിനെ, മനസ്സിനെ. അതായത് സങ്കല്പങ്ങളെ കഴിയണത്ര ചുരുക്കുക. മനസ്സിൻ്റെ പണി സങ്കല്പം ഉണ്ടാക്കുക. ആ സങ്കല്പങ്ങളെ കഴിയണത്ര നിഗ്രഹം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ. അതായത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാണല്ലോ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ. അതിൽ വൈരാഗ്യം, ചിലോ വിശേഷേണ ഉള്ള രാഗമില്ലാതാക്കാം എന്നാണ്. അല്ലാണ്ട് വേണ്ടാക്കണമൊന്നുമില്ല. ഇപ്പോൾ മധുരം എന്നുള്ളത് പോവുമൊന്നുമില്ല. പായസത്തിനും പഞ്ചസാരക്കും മധുരമുണ്ട്. മധുരം എനിക്കിഷ്ടമാണെന്നും അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ് എന്ന് വരുമ്പോഴാണല്ലോ നമുക്ക് കഷ്ടപ്പാട് വരുന്നത്. മധുരമാണ് ആയിക്കോട്ടെ. ഇപ്പോൾ വളരെ രസമായിട്ടുണ്ട്. ഗാന്ധിജി ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വാദമായിട്ട് കഴിക്കണം എന്ന് പറയാൻ. ആസ്വാദ്. എന്താ ഈ ആസ്വാദ്? സ്വാദില്ലാണ്ടെന്നല്ല, സ്വാദ് നോക്കാണ്ടേ. പഞ്ചസാര കഴിക്കുമ്പോൾ പഞ്ചസാരൻ്റെ സ്വാദം എന്താണെന്ന് അറിയണം. പക്ഷേ അതിൽ ഒരു മമത വരരുത്, അതിലൊരു സംഘം വരരുത്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും, കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ദ്വന്ദ്വം വരും, വിഷമം വരും. അതുകൊണ്ടാണ് ആസ്വാദ്. അപ്പോൾ അതിലെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. നമ്മൾ പണ്ട് പറഞ്ഞാണ്. ചൈതന്യ മഹാപ്രഭു ചെറുപ്പാണ്. അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ മഹാത്മാവാണ്. ഗുരുനാഥൻ ഒരച്ച് ശർക്കര എടുത്തിട്ട് ഇത് നാവുമ്പിൽ വെക്കുകയെന്ന് പറഞ്ഞു. അദ്ദേഹം നാവുമ്പിൽ വെച്ചു. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക പറഞ്ഞു. എടുത്തു. നോക്കിയപ്പോൾ നനഞ്ഞിട്ടില്ല.
എന്താ വെച്ചു, ഇവിടുന്ന് പറയുന്നത് വയ്ക്കാനല്ലേ, നോമ്പിൽ അത് വെച്ചു എടുത്തു. സ്വാദ് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്നാ പറയാം ഇല്ല. ആ ഭക്ഷണ സ്വാദും നാവും കൊണ്ട് ബന്ധം ഉണ്ടായിട്ടില്ല, സംഘം ഉണ്ടായിട്ടില്ല, അതെടുത്തു ഇല്ല. നമുക്ക് ശർക്കര വെക്കേണ്ട, ശർക്കര എന്ന് പറയുമ്പോഴേക്കും നാമ്പിൽ വെള്ളം വന്നു, കാരണം അത്ര ഒട്ടില്ല. അതെ, അത് അരുതരുത് എന്ന് പറഞ്ഞു. അതാണ് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം ചാതാർത്ഥാണ്. അതിനോട് ഒരു ദേഷ്യം തോന്നാൻ പാടില്ല. കാണുന്നത് നമുക്കറിയാം, ഇത് നല്ല കാഴ്ചയാണ്, ഇത് നന്നല്ലാത്ത കാഴ്ചയാണ്, ഇത് സുഖമുള്ളതാണ്, ഇത് ദുഃഖമാണ് എന്നൊക്കെ അറിയാം. പക്ഷേ അതിൽ നമ്മൾ ബന്ധപ്പെടില്ല. അതായത് ശരീരത്തുനിന്ന് കൊണ്ട് വിടണം മനസ്സ്. അതായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനുണ്ടാവാൻ എന്താ മാർഗം എന്നാണല്ലോ. എങ്ങനെയാണ് ഈ ശരീരത്തെയും വേർതിരിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അതിനെന്ത് വേണം? അനഹങ്കാരം. അഹത്തിന് ഒരു ആകാരമുണ്ട്. അഹം എന്നുള്ളത് നിരാകാരമാണ്. അതിനൊരു ആകാരമുണ്ട്. ഞാൻ ശരീരമാണ് എന്ന് തോന്നുമ്പോൾ അതിൻ്റെ പേരാണ് അഹങ്കാരം. അഹം എന്നുള്ളത് ആകാരരഹിത, അതിന് ആകാരം ഉണ്ടെന്നുള്ളത് സങ്കല്പമാണ്. ഒക്കെ സങ്കല്പിക്കുന്ന മനസ്സിനെ വയ്ക്കൂ. അപ്പോൾ അഹങ്കാരമുണ്ട് എന്ന് ഏവച്ച അതും പിന്നെ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷ അനുദർശനം. ശരീരത്തിൻ്റെ ചില വികാരങ്ങൾ പറഞ്ഞു. ജന്മം, മൃത്യു, ജര, വ്യാധി, ദുഃഖം, ഇതൊക്കെ ദോഷങ്ങളാണ്. ഇവയൊക്കെ ദോഷങ്ങൾ വെച്ചാൽ ദോഷം ഇല്ല, ആവശ്യമില്ലാത്തത് അല്ലേ, ഇഷ്ടമുള്ളതല്ലോ. അതിൻ്റെ സ്വഭാവമാണ്, ശരീരത്തിൻ്റെ സ്വഭാവമാണെന്ന്. ജനിക്കുക, മൃത്യു, ജര, വ്യാധി, ദുഃഖം, ഇതൊക്കെ എന്താണത്? ദോഷങ്ങൾ വെച്ചാൽ അല്ലേ. നമുക്ക് ദോഷത്തെ ഇഷ്ടമില്ലാത്തത് അല്ലേ, നമുക്ക് ദോഷമുള്ളതൊന്നും ഇഷ്ടമല്ലല്ലോ, സുഖം വേണ്ടേ. ഇത് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ദോഷ ശരീരത്തിന്. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അനുദർശനം എന്ന് വാക്ക് വെച്ചിരുന്നു. അതിനെ സദാ നിങ്ങൾ കാണണം. ഈ ശരീരത്തിന് ജന്മം ഉണ്ടാവും, മൃത്യു ഉണ്ടാവും, ജരയുണ്ടാവും, വ്യാധി ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും എന്ന ഈ ദോഷങ്ങളുണ്ടല്ലോ, ഇതിന് എപ്പോഴും ഉണ്ടാവും എന്ന് അനുദർശനം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇത് വന്നാൽ പോവുകയും ചെയ്യും, വന്നതൊക്കെ പോവുമല്ലോ. അപ്പോൾ അതൊന്നും ഞാനായിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ആവശ്യം ആത്മജ്ഞാനം ഉണ്ടാവാനാണ്. അതിന് എന്തൊക്കെ അപകടമുള്ള വെച്ചാൽ ആ അപകടത്തെ നീക്കിയാൽ പിന്നെ ആത്മാവിനെ ഉണ്ടാക്കണ്ട, ഈ വന്നു ചേർന്ന സാധനങ്ങളെ മാറ്റുകയുള്ളൂ. അതെ അതെ അതെ. ഇപ്പോൾ വെളിച്ചമുണ്ടല്ലോ, വെളിച്ചം ഈ മുറിയിൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെന്താണെന്നും കാണുന്നില്ല, കാരണം ഇരുട്ടായിരുന്നു. വെളിച്ചം വരുമ്പോൾ വെളിച്ചം കൊണ്ട് കൊണ്ടുവരുകൊണ്ടു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ യന്ത്രങ്ങളും ഞാനും നിങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് അതിനുണ്ടാക്കണ്ട. ഇവിടെ ഉണ്ട്. അന്ധകാരത്തെ മാറ്റുന്നേ ചെയ്യുന്നുള്ളൂ പ്രകാശം, ഒന്നിനെയും ഉണ്ടാക്കുന്നില്ല, ആവശ്യമില്ലല്ലോ, ഉള്ളതാണ്. അതുപോലെ ഇപ്പോൾ ജ്ഞാനം വന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വന്നു ചേർന്നതാ, അതൊക്കെ പോവും. വന്നു ചേർന്നതൊക്കെ പോയാൽ എന്തായി? ഞാൻ ആത്മാവാ മനസ്സിലായി. എന്നിട്ട് പിന്നെ ശരീരം. അപ്പോൾ ഇവിടെ ഈ മുറിയിൽ കട്ടിലുണ്ട്, പുസ്തകമുണ്ട്, ജനവാതിലുണ്ട്, പല സാധനങ്ങളും കാണുന്നുണ്ട്. ഇതൊക്കെ അവിടെ നോട്ടെ, മരുത് കണ്ടിരുന്നില്ല, കാണാനപ്പോഴാണല്ലോ നടക്കുമ്പോൾ തലയിൽ മുട്ട് എനിക്കൊക്കെ ചെയ്യുന്നത്. അതൊന്നുമില്ല. ആ സാധ്യത കാര്യം മനസ്സിലാവുക, ഒന്നിനെയും മാറ്റും വേണ്ട വേണ്ട. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷ അനുദർശനം. ഇനി അസക്തി അനംബിഷ്വംഗ പുത്രധാര ഗൃഹാദിഷു. അസക്തി എന്നുള്ള സക്തി എന്ന് പറഞ്ഞാൽ ഒട്ടലാണ്. ഈ സംഘം തന്നെ പോലെയാണ് സക്തി. സംഘവും ശക്തിയും ഉണ്ടല്ലോ. സംഘം അല്ല കുറേ നേരം നിൽക്കുമ്പോഴാണ് ഒട്ടൽ വരും. അതിൻ്റെ ഫലമാണ്. അപ്പോൾ പിന്നെ എന്താ ആസക്തി, അതിന് എനിക്ക് വേണം. അനസക്തി, അതിലൊന്നിലും ആസക്തിയില്ല. അനഭിഷ്വംഗ. ആസക്തിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ആസക്തി അനഭിഷ്വംഗ, അതിനോടുള്ള ബന്ധം തന്നെ അതില്ലാതിരിക്കുക. എന്തില്? പുത്രധാരാഗൃഹാദിഷു. പുത്രം, ധാരം, ഭാര്യ, ഗൃഹം ഇവയിലൊക്കെ ഒരു അവിടെ ഉണ്ട് ടോട്ടൽ. അതില്ലാതെയാവുക. കാരണം
ഇതിൻ്റെ മേലെ ഒട്ടുയ്യത് ഇത് ഒന്നാകെ ഉപയോഗിക്കൂ. നമുക്ക് വരുന്ന ദുഃഖം മുഴുവനും രണ്ടുണ്ടെന്ന് തോന്നിയിട്ടും ആ ഒന്നാണെന്ന് തോന്നുക അല്ലേ. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടൽ അളവിൽ ഉണ്ടായൊരുണ്ടൽ വിധം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകുമെങ്കിൽ നാരായണ. ചെറിയൊരു ശ്ലോകം തോന്നും. എപ്പോഴും നമുക്ക് രണ്ടാമതൊന്നേ ഭയമുള്ളൂ. എനിക്കൊരു ഭയമില്ല. രണ്ടാമതുള്ളത് എന്നുള്ളത് വാസുദേവൻ്റെ തോന്നലുക. ഞാൻ എന്ന് പറയുന്നത് പൂർണ്ണനാണ്. അത് മറന്നതാണല്ലോ ഇപ്പോൾ നമുക്ക് പ്രശ്നം. അപ്പം അത് പുത്രധാരാഗ്രഹാദീഷിലൊക്കെ അതിനോടൊരു അഭിഷങ്കം കൂട്ടിച്ചെന്നിട്ട് എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ എന്നുള്ള അത് ഉണ്ടാവരുക. നിത്യം ച സമചിത്വം. അല്ലെങ്കിൽ സമത്വ ദർശനം. മനസ്സാണ് രണ്ടുണ്ട് തോന്നുന്നു, അതില്ല. നിത്യം സമചിത്വം. എന്തിലെ ഇഷ്ടാനിഷ്ടേഷു, ഇഷ്ടത്തിലും അനിഷ്ടത്തിലും സമത. 2:48 പറഞ്ഞത് ഓർമ്മയുണ്ടോ ശ്ലോകം? യോഗസ്ഥക്കുരു കർമാണി സംഘം ത്യക്ത ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചത്. അതിനെ പറയുന്നത്. അവിടെ മുമ്പ് പറഞ്ഞതല്ലാണ്ട് ഒന്നും പറയാനില്ല ഇവിടെ. കാര്യമൊന്നും 2-ാം അധ്യായത്തിൽ ആ 18 ശ്ലോകം പഠിഞ്ഞാൽ പിന്നെ ഗീത പഠിക്കാൻ ഒരു പ്രയാസമില്ല. അതേ ഉള്ളൂ ഇവിടെയൊക്കെ. അത് പലതരത്തിൽ പറയുന്നത്. അപ്പോൾ ഇതെന്താണോ സമചിത്തത്വം പാടുള്ളൂ, സമപ്രവർത്തനം പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? സത്യം ച സമദർശനം. സത്യം സമപ്രവർത്തനമല്ല. കാരണം പ്രവർത്തനം എന്നുള്ളത് രണ്ടാണ്. അതിൽ സമതം വ്യത്യാസം ഉണ്ടാവും. അവിടെ വിവേകം ഉണ്ടാവണം, വ്യത്യാസം കാണരുത്. നമ്മളിപ്പോൾ വ്യത്യാസമാണ് കാണുന്നത്. വ്യത്യാസം കാണുമ്പോൾ സമതമില്ല. വിവേകം എന്നുള്ളല്ലോ, വിവേകം പ്രവർത്തനത്തിൽ വിവേകമാണ്. ഇപ്പോൾ ഭാര്യയും അമ്മയും സ്ത്രീയാണെന്ന് ദർശനേ പാടുള്ളൂ. ഭാര്യയോട് പെരുമാറുന്നവർ അമ്മോടോ, അമ്മോട് പെരുമാറുന്ന ഭാര്യയോട് പറയാൻ പാടില്ല. അവിടെ ബുദ്ധി ഉണ്ടല്ലോ നമുക്ക്. അത് സാധിച്ച പുത്രധാരം നിത്യം ഇഷ്ടം മൈ ചാൻ അനന്യയോഗേന, എന്നിൽ അനന്യമായ ഭക്തിനോളം. വീണ്ടും വീണ്ടും പറയുന്നത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അനന്യത്തിന് 3 കാര്യം പറയുന്നത് വീണ്ടും വരാം. പല ദിക്കിലും ഈ അനന്യം എന്നുള്ളത് വ്യഭിചാരം എന്നൊക്കെ വരും. അത് അവിടെ ഉറയ്ക്കാൻ വേണ്ടി പറയണേ. ഒന്ന്, അന്യകാമനാരഹിതം, മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. കാരണം ഈശ്വരനൊരു ആഗ്രഹമില്ല. അപ്പോൾ അന്യകാമനാരഹിതം വെച്ചാൽ ഞാൻ പൂർണ്ണനാണെന്ന് അറിയുക, അതൊരു ആഗ്രഹമല്ലേനും. കാമനാരഹിതം. അതിന് മറ്റു ദേവന്മാരെ അല്ലെങ്കിൽ ശക്തികളെ ഉപയോഗിക്കുക. അന്യദേവതാവർജ്യം. 3, അന്യസാധന നിരപേക്ഷം, ഭക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ മൈ അനന്യയോഗേന ഭക്തി അവ്യഭിചാരിണി. വ്യഭിചാരം ഉണ്ടാവരുത്. വ്യഭിചാരം എന്നുള്ളതിനും വാക്ക് സാധാരണ ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭർത്താവിൻ്റെ മറ്റൊരാളുടെ കൂടെ പോകണമെന്നാണ് വ്യഭിചാരം പറയാം. അവിടെ എന്ത് വരുന്നു വെച്ചാൽ നിങ്ങളൊന്ന് സത്യം പോടും, എൻ്റെ ഭർത്താവ് ഇവരാണെന്ന് പറയുക. എന്നിട്ട് മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ സത്യം പോയില്ലേ? അപ്പോൾ സത്യം പോയാൽ പിന്നുള്ളത് അസത്യമാണ്. സത്യം വെച്ചാൽ ഉള്ളത്, അസത്യം വെച്ചാൽ ഇല്ലാത്തത്. അപ്പോൾ ഇല്ലാത്തതായി പിന്നെ എന്താളുള്ളത് ഇവിടെയൊക്കെ പോയില്ലേ? ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ സത്യം വെച്ചാൽ സമദർശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നാ കാണണം. പക്ഷേ അവിടെ ഈ ഈശ്വരനെയാണത്. മരുത് ഭർത്താവെന്നും സ്ത്രീയെന്നും ഈശ്വരനെ പറ്റില്ലല്ലോ. നമ്മളൊരു സങ്കല്പം വെച്ചിരിക്കുകയാണ്, ഇവരെൻ്റെ ഭർത്താവാണെന്നും അവരെൻ്റെ ഭാര്യയാണെന്നും നമ്മുടെ സത്യം പോലെ ഉണ്ടോ. അതൊന്ന് വിട്ടുപോവുക. അതാണ് വ്യഭിചാരം. അത് ഈ സാധാരണ സ്ത്രീ പുരുഷ കാര്യങ്ങളിലാണ് വ്യഭിചാരം പറയുക. ഒരു വാക്ക് പറഞ്ഞിട്ട് മറ്റൊരു വാക്ക് പ്രവർത്തിച്ചാൽ അതും വ്യഭിചാരമാണ് അല്ലേ? നിങ്ങളെൻ്റെ ഭർത്താവ് പറയുന്നത് വേറെ ആളെ കാണുമ്പോൾ അങ്ങനെയല്ലേ? ആ വ്യഭിചാരം ഉണ്ടാവാൻ പാടില്ല. അതായത് സത്യം ഉണ്ടാവണം തന്നെ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ വിഭക്ത ദേശസേവിത്വം. ഇതിനും അർത്ഥം പറയുമ്പോൾ വിഭക്തം വെച്ചാൽ ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലം എന്നാണ് പലരും അർത്ഥം എടുക്കുന്നത്. അത് അല്ല. കാരണം അത് പ്രയാസ. എപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഒരു വില ഗുഹയിലൊക്കെ പോയിരുന്നിട്ട് മതിയോ? ഈ ലോകത്തിലിരുന്നിട്ട് വേണം ഇതൊക്കെ ഉണ്ടാവാൻ. എല്ലാവരും ഗുഹ പോയിരിക്കാനും പിന്നെ പറ്റില്ല. അപ്പോൾ വിഭക്ത സേവ ദേശത്ത് എന്ന് പറഞ്ഞാൽ ഈ ദേശമല്ല വേറെ ആവേണ്ടത്, ആ ദേശത്തോടുകൂടി നമ്മളുടെ ബന്ധത്തിന് അല്ലേ? നല്ല ഒന്നാന്തരം ഒരു ചന്തര ഉള്ളു പോയാലും
ഞാൻ വിവക്ത ദേശസേവത്വനാവണം. അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല വെച്ചാൽ അതവിടെ നടക്കണു, ഞാൻ നടക്കണു. ഈ പ്രപഞ്ചത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ ആഫീസിലോ അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്തോ എവിടെയായാലും ഞാൻ അവയായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ആരായി? വിവക്ത ദേശസേവിത്വനായി. നേരെ മറിച്ച് ഇതൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഇവിടെ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്, മനസ്സുകൊണ്ട് എല്ലാ ദിക്കിലും ചന്തയിലും അല്ലെങ്കിൽ 100 കാര്യങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ആ ദേശത്തിലാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതൊരു സ്ഥലമല്ല. എന്ത് വിവക്ത ദേശ സേവിത്വം എന്നുള്ളത് മനസ്സിൻ്റെ ഭാവം. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വിവക്ത ദേശ സേവിത്വം തന്നെ കിട്ടും, പ്രശ്നമില്ല. ആരതിർ ജനസംസതി, അതുകൊണ്ടോ ആരതിർ ജനസംസതി, ജനങ്ങളോട് ധാരാളം ആൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ധാരാളം ആളൊക്കെ ഉണ്ട് ഈ വർത്തമാനം പറഞ്ഞതിന് കൂടെ ഒരു രതി, ഒരു സുഖമുണ്ട്. അതരുത് അവർ എല്ലാവരും കൂടി ഇരുന്നോളൂ, അവർ പറഞ്ഞത് കേട്ടോളൂ, മനസ്സതിലൂടെ ഒട്ടാഞ്ഞാൽ മതി. അല്ലേ? ജനസംസരിച്ച് അതുകൊണ്ട് തന്നെ ആരും കാണാണ്ടോ എല്ലാവരും മുക്കിലും ഇങ്ങനെ പോയിരിക്കില്ല, അതൊന്നും വേണമെന്നില്ല. എല്ലാവരും ഇരിക്കേണ്ടത് നടുക്കിലിരുത്തോളൂ. എന്നിട്ട് അവർ പറയുന്നതൊക്കെ ഉണ്ടോ ചെറിച്ചോളൂ ഇത് കേട്ടിട്ട്. കാരണം അവർക്ക് അതൊക്കെ ഒരു ശബ്ദം കേട്ടു, ഒരു രസമുണ്ട്. അതിനോടൊന്നും നിങ്ങൾ ബന്ധപ്പെടാഞ്ഞാൽ എന്തായി? ആ രതിയായി. രതി എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ്. രതി സുഖം അല്ലോ. ആ രതി ചില ഇങ്ങനെ രണ്ടായിട്ട് കൂടി സ്ത്രീ പുരുഷ സുഖത്തിന് രതി എന്ന് പറയാം. അപ്പോൾ രണ്ടു വേണമല്ലോ. അതായത് അവർ ധാരാളം ആളുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതിനോട് നിൽക്കുന്നതിൽ ഏത് ബന്ധപ്പെടില്ല. അതൊക്കെ അതിന് ഗീതാറ്റിന് മതി. എന്താണ്? പത്മപത്രം ഇവാംബസ, വെള്ളത്തിലാണ് കിടക്കുന്നത് താമര, പക്ഷെ യാതൊരു പറ്റില്ല. അങ്ങനെയല്ലേ? അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ കാണും. മഹാത്മാക്കൾ. അപ്പം മഹാത്മാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ ഈ രാജ്യത്തന്നെ ജീവിച്ചത്, ജനങ്ങളുടെ കൂടെയാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോട്ടൽ സംഘമില്ല. സംഘം ഉണ്ടാക്കുന്നത് പശു കൊണ്ടല്ലോ. പശു കൊണ്ട് കുടിച്ചാൽ വലിയ ബുദ്ധിമുട്ടായില്ലേ? മനസ്സാണല്ലോ. മനസ്സോട്ടുന്നില്ല വെച്ചാൽ പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ജീവിതത്തിൽ ഇത് കുറച്ചൊന്ന് പരിചയിക്കാൻ തുടങ്ങിയാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. അതങ്ങോട്ട് പരിചയമില്ല. മാത്രമല്ല ഇത് പറഞ്ഞു തരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് പറഞ്ഞു തരണമെങ്കിൽ അനവധി ആളിത് പ്രസംഗിക്കാൻ ധാരാളമുണ്ട്, പ്രാസംഗികന്മാർ. പക്ഷെ അവരൊന്നും അല്ലെങ്കിൽ പ്രചാരകന്മാർ ധാരാളമുണ്ട്, പ്രവർത്തകന്മാരില്ല. അതാ ബുദ്ധിമുട്ടേ. പ്രവർത്തകൻ ഒന്നും പറയണ്ട, അത് തന്നെ പ്രചരിച്ചോളും. അല്ലെ കണ്ടിട്ട് മറ്റൊരാൾ 100 കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ സ്വാമിയാരുടെ കഥ പറയാനില്ലല്ലോ. മറ്റേ വീട്ടിലെ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ പോയിട്ട് പറയും ഇങ്ങനെ സാരല്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്വാമിയാരുടെ കുട്ടി മരിക്കുക. അപ്പോൾ നിലവിളിക്കുമ്പോൾ പറഞ്ഞു എന്താ നിങ്ങളല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു അത് ഇത് എംപിള്ളല്ലേ, എൻ്റെ കുട്ടിയല്ലേ മരിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഇതൊക്കെ പറയാനല്ലാണ്ട് എനിക്ക് വാസ്തവത്തിൽ ഇപ്പോൾ പറയാൻ മടിയായിരിക്കണം. കാരണം എനിക്ക് സ്വന്തം അനുഭവം ഇല്ലാണ്ട് ഞാനത് ചെയ്യാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിനൊരു വിലയില്ല. ആര് കേൾക്കണം? നല്ല പ്രാസംഗികനാണേ എന്ന് പറയുന്നല്ലാണ്ട് എന്നെക്കൊണ്ട് സമുദായത്തിനൊരു ഗുണമില്ല. അത് പോട്ടെ, എനിക്കും വലിയൊരു ഗുണം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് യാതൊരു ഗുണമില്ല. നേരെ മറിച്ച് ഇതൊന്നും പറയണ്ട. ഇപ്പോൾ ഗീതാ ക്ലാസ് എടുക്കണം എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ടായിട്ട്. വേണ്ടാതില്ല, എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി, ഞാൻ ശുദ്ധനാണ്, ഞാൻ ഇതെന്നൊക്കെ മാറി നിന്നിട്ട് സ്വഭാവമുണ്ട് എന്ന് വിളക്ക് അതായത് കൊളുത്തിയാൽ മതി, പ്രകാശം തന്നെ വരും. 100 വിളക്ക് അവിടെ കണ്ട് ഈ വിളക്ക് കെട്ടതാണെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഒരു വിളക്കുമില്ല, ഈ വിളക്ക് കത്തിയതാണെങ്കിൽ കുറച്ചെങ്കിലും പ്രകാശം ഉണ്ടാവും. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളിൽ ഗീത ഭഗവാൻ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരണം. നോക്കൂ, ഈ മാതിരി പറഞ്ഞ 20 ഗുണങ്ങൾ, ഇവയെ ഗുണങ്ങൾ എന്ന് പറയാണ്ടേ ഭഗവാൻ ജ്ഞാനം എന്ന് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ വക ഗുണങ്ങൾ ഉണ്ടായാൽ ജ്ഞാനമുണ്ടാവും അങ്ങനെയാണ് അല്ലേ? അല്ലെങ്കിൽ ജ്ഞാനമുണ്ടായാൽ ഈ വക ഗുണങ്ങളുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഈ ഇതൊക്കെല്ലാം ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ജ്ഞാനമുണ്ടായാൽ ഈ ഗുണങ്ങളുണ്ടാവും എന്ന് പറയേണ്ടതാണ് ശരി. ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജ്ഞാനം ഉണ്ടാവാൻ പറ്റില്ല. ജ്ഞാനമില്ലാത്തവന് ഇത് ഉണ്ടാവില്ല, പ്രയാസം. അപ്പോൾ ഏതാ ജ്ഞാനം എന്നാണ് പറഞ്ഞവിടെ? അധ്യാത്മജ്ഞാന നിത്യത്വം. അധ്യാത്മജ്ഞാനം, അധ്യാത്മം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? സ്വഭാവം ചെന്തർത്ഥം? ഭാവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭവിക്കുക ഉണ്ടാവുക, ഭവിക്കുക അങ്ങനെയല്ലോ, അങ്ങനെ സംഭവിക്കുക ഭാവിക്കുക ഉണ്ടാവുക. സ്വഭാവം വെച്ചാൽ സ്വം എന്നുള്ളത് ആത്മാവാണ്. അത് ഭവിച്ച് ഉണ്ടായി ശരീരമായി തോന്നി. അല്ലെങ്കിൽ
അത് നിങ്ങളാ വരുന്നോ മറ്റേ വ്യത്യാസം പറയാം. സ്വഭാവം എന്നുള്ളത് 8-ാം അധ്യായത്തിൽ ബ്രഹ്മം അധ്യാത്മം എന്നുള്ള ചോദ്യങ്ങൾ എന്താന്ന് ഒരു 6 ചോദ്യം ചോദിക്കും. സ്വഭാവോ അധ്യാത്മോ സ്വഭാവോ ഉച്യതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ കർമ്മം അങ്ങനെ വരുന്നുണ്ട്. നിർഗുണ നിരാകാരമാണ് ഈ ബ്രഹ്മ. അപ്പം അതിന് സ്വഭാവമില്ല, അതിന് സ്വരൂപമുള്ളൂ. അത് സഗുണ നിരാകാരം തന്നെ ആയി. നിരാകാരമാണ് അപ്പോൾ പക്ഷെ ഒരു ഗുണമുണ്ട് തോന്നി. അതിനെയാണ് എന്താ പറയുന്നത് അധ്യാത്മം. അല്ലെങ്കിൽ ഉദാഹരണം വളരെ നല്ലത് ശരീരം. ആത്മാവ് എന്നുള്ളത് പൂർണ്ണമാണ്. അത് ഒരു ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അത് ഈ ബ്രഹ്മത്തിൻ്റെ സ്വഭാവ. ഒന്നുകൂടി ഒരു ഉദാഹരണം പറയാം. സമുദ്രം എന്നൊന്നുണ്ടല്ലോ, നമുക്ക് മനസ്സിലാവാനൊക്കെ പറഞ്ഞത്. അത് പൂർണ്ണം പോലെയാണ്. അതിൽ തെര, പത, ഓളം പലതും കാണും. അതൊക്കെ ഈ ആ തെരയായിട്ട് നിൽക്കുമ്പോഴും അത് സമുദ്രമാണ്, പതയായിട്ട് നിൽക്കുമ്പോഴും അത് സമുദ്രമാണ്, ഓളമായിട്ട് നിൽക്കുമ്പോഴും ആണ്, പോളയായിട്ട് നിൽക്കുമ്പോഴും നൊരയായിട്ട് നിൽക്കുമ്പോഴും ഒക്കെ എന്താ സമുദ്രം. പക്ഷേ നമ്മൾ പ്രത്യേകിച്ചൊരു രൂപം കാണും, സ്വഭാവം ഉണ്ടല്ലോ, സാകാരയിലോ അങ്ങനെ. അതിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും. മറ്റത് സമുദ്രത്തിൻ്റെ സ്വരൂപത്തിന് വ്യത്യാസമില്ല. സ്വരൂപം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക. സമുദ്രത്തിൻ്റെ വെള്ളത്തിന് സ്വരൂപത്തിന് യാതൊരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് ഒരു വ്യത്യാസമില്ല. അതിൽ പലതരം മാറ്റം വന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നില്ലേ. അതുകൊണ്ടാണല്ലോ എനിക്ക് ചായ കുടിക്കലൊരു സ്വഭാവമായി, ഞാൻ ഉണ്ടാക്കിയതാ അല്ലേ. അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സ്വഭാവം ഞാൻ വേണ്ടാച്ചു, അപ്പോൾ സ്വരൂപത്തിലേക്ക് പോയി. ആ സ്വഭാവം ഇവിടെ അധ്യാത്മജ്ഞാന നിത്യത്വം എന്താണ് അല്ലേ. അധ്യാത്മജ്ഞാനം, ഈ അധ്യാത്മജ്ഞാനം പറഞ്ഞത് എന്താ, ഇത് ഒക്കെ സ്വഭാവമാണെന്ന് അറിയാം. ഞാൻ നിത്യത്വം, ഞാൻ നിത്യനാണെന്ന് ഇനിയും അറിഞ്ഞാൽ തത്വജ്ഞാന അർത്ഥദർശനം, തത്വജ്ഞാനത്തിൻ്റെ അർത്ഥത്തെ അറിയാം. തത്വം എന്നുള്ള വാക്കിനും അർത്ഥം എത്ര പ്രാവശ്യം കേട്ടാലും ഈ വക കാര്യങ്ങൾ അതെ. നില, സ്റ്റേജ് എന്നല്ലോ. ആദ്യം ഇവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല, ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു നില എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവം, മറ്റത് സ്വരൂപമാണല്ലോ ഈശ്വരൻ്റെ. ആദ്യത്തെ സ്വഭാവം ആകാശം. ആകാശിച്ച ഒഴിവുണ്ടെന്നൊരു തോന്നുക. ഒഴിവെന്നില്ല, സർവത്ര നിറഞ്ഞതാ എന്ത് ജ്ഞാനം. അവിടെ ഒഴിവുണ്ടാവാൻ വയ്യ, അതിൽ ഒഴിവുണ്ടായി എന്ന് തോന്നി. അതാണ് ആകാശം. അപ്പോൾ ആകാശതത്വം. അതിൽ ചലനം ഉണ്ടായി തോന്നി, അപ്പോൾ അതിന് വായുതത്വം. അതാണ് സ്റ്റേജ്, നില. അപ്പോൾ ഇവിടെ നിന്നതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാന അർത്ഥദർശനം. തത്വജ്ഞാനത്തിൻ്റെ ദർശനം കാണൽ അത്രയല്ലേ വയ്ക്കും. അനുഭവാവല് ദർശനം അങ്ങനെയാണ്, കാണേണ്ട സാധനമില്ല. അത് തന്നെയാണ്. ഇങ്ങനെ ഇപ്പം ഇവിടെ ഇത് എണ്ണി നോക്കിയാൽ 20 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഗുണങ്ങളാണ്. ഏതജ്ഞാനം ഇതി പ്രോക്തം. ഇതിനെയാണ് അർജുന ജ്ഞാനം എന്ന് പറയുന്നത്. നോക്കൂ, വാസ്തവത്തിൽ ഇതൊക്കെ ജ്ഞാനമുണ്ടാവാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അതിനെ തന്നെ ജ്ഞാനം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാം. രണ്ടും മാർഗവും ലക്ഷ്യവും വാസ്തവത്തിൽ ഒന്നാണ്. നമുക്ക് ലക്ഷ്യം നമ്മൾ വിട്ടതാണെന്ന് തോന്നുമ്പോഴാണ് ഒരു മാർഗവും ഒരു ലക്ഷ്യവും ഉണ്ടായത്. വാസ്തവത്തിൽ നമ്മൾ അതന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെ പോക്കച്ചാൽ അവിടെ എത്തിയാൽ ഇപ്പം നമ്മൾ അതൊന്ന് വിട്ടു തോന്നിയിട്ടാണല്ലോ. ഇപ്പോൾ നമ്മുടെ സ്വഭാവം ബ്രഹ്മത്തിൽ നിന്ന് വിട്ടു തോന്നിയല്ലോ. അപ്പോഴാണ് ബ്രഹ്മത്തിലെത്താൻ മാർഗമെടുത്തത്. ബ്രഹ്മത്തിലെത്തുമ്പോൾ മുമ്പ് ഇതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇത് വെറും സങ്കല്പമായിരുന്നു എന്ന് മനസ്സിലാവും. അതാണല്ലോ അധ്യാത്മജ്ഞാനം നിത്യത്തിന് മുമ്പ് അവസാനം കൊണ്ടുവന്നത്. അതിനാണ് ഇത് ഒരു വെറുതെ തോന്നല. ആ ഏതജ്ഞാനം ഇനി പ്രോക്തം ഏതോ അന്യഥ. ഇതല്ലാത്ത ഇങ്ങനെ 20 എണ്ണം പറഞ്ഞിട്ട് ഇതല്ലാത്തത് വെച്ചാൽ അപ്പോൾ ഈ പറഞ്ഞതിന് വിപരീതം ഉണ്ടല്ലോ, അതൊക്കെ അജ്ഞാനാണ്. അതിന് പിന്നെ വേറെ അജ്ഞാനം എന്താണെന്ന് പറയണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ജ്ഞാനമാർഗത്തിന് വിപരീതമായിട്ട് എന്തൊക്കെ നിൽക്കുന്നുവോ അതൊക്കെ അജ്ഞാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണത്?
അമാനിത്വം, അളവില്ലായ്മ, മാനം, ഞാൻ ഇന്നതാ ശരീരമാണെന്ന് തോന്നാതിരിക്കലാണ്, ഞാൻ ശരീരമാണെന്ന് തോന്നുന്നത് അജ്ഞാനാണ്. അദംഭിത്വം ഒക്കെ മറ്റിച്ചാൽ പറഞ്ഞാൽ മതി, വേറെ പറയേണ്ടതില്ല. ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്, മറ്റു പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. ഇത് സാധിച്ചാൽ എന്തായി? നമുക്ക് ജ്ഞാനം വന്നു. ജ്ഞാനം വന്നു വെച്ചാൽ അപ്പോൾ ഇതൊന്ന് എന്താ ഉണ്ടാവുക? ജ്ഞാനം ഉണ്ടാവുമല്ല, ജ്ഞാനം ഉദിക്കുക. സൂര്യൻ ഉണ്ടാവുമല്ല, സൂര്യൻ ഉദിക്കുക. ഇപ്പം തന്നെ ഉണ്ട്. ശരീരഭാവന കൊണ്ട് ആത്മഭാവന മറിഞ്ഞിരിക്കുകയാണ്. അതെന്തേ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കരുത്. അപ്പോൾ എന്നാ പിന്നെന്താ? അതോ ചില ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ മനുഷ്യ ബുദ്ധിക്ക് കഴിവില്ല. എന്താ പഞ്ചസാരയ്ക്ക് മധുരം ആവാൻ കാരണം എന്ന് ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. അത് അതിൻ്റെ അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മുടെ കീഴിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രത്തിന്. ഇലക്ട്രിസിറ്റിയുടെ സ്വഭാവം എന്താ, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ സ്വഭാവം എന്താ, അതേ കണക്കൂ. എന്തേ അതിന് സ്വഭാവം ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രജ്ഞനും വയ്യ. കാരണം ശാസ്ത്രത്തിൻ്റെ ബുദ്ധി ഇതൊരു സ്വഭാവത്തിൻ്റെ മുകളിൽ അതിൻ്റെ സ്വരൂപം ഒന്നേ ഉള്ളൂ, അവിടെ കാര്യമില്ല. അപ്പോൾ എന്താ ഇതിന് ഉത്തരം? പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. അതിൻ്റെ തെറ്റ് പറയാനില്ല. കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ചാൽ ഈ ചോദ്യം തന്നെ വരുന്നത് രണ്ടുണ്ടപ്പോഴല്ലേ ചോദ്യമുള്ളൂ. എനിക്ക് സംശയമുണ്ട്, അത് പറഞ്ഞുതരാം ഒരാൾ. ഇവിടെ പറയാൻ പോണത് ഈ രണ്ടുണ്ട തോന്നലാണ് ഏറ്റവും വലിയ അജ്ഞാനം, അല്ലേ? രണ്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ ഒന്നാം തോന്നിയാൽ പിന്നെ എന്താ അജ്ഞാനമുള്ളത്? ഇവിടെ ഒന്നുമില്ല. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരിക, വ്യവഹാരിക സത്യത്തിന് സ്ഥാനമില്ലണ്ടു. എല്ലാം ഒന്നായ പിന്നെ ഒന്നുമില്ല. അപ്പോൾ അതിന് തന്നെ ഈശ്വരൻ തന്നെ എന്ത് ചെയ്യുന്നു? വ്യവഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് നിൽക്കുക. എന്നിട്ട് രണ്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാണ് ഒന്നാണെന്ന് തോന്നുക. ഇതൊക്കെയാണ് വേദാന്ത ശാസ്ത്രം. ഇത് നിസ്സാര കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഒരിക്കലും കൂടി ആവർത്തിക്കുന്നതിന് വിരോധമില്ല. ഉദാഹരണം, മണ്ണ് എന്നുള്ളതിനെ നമ്മൾ പാരമാർത്ഥിക സത്യം എന്ന് സങ്കല്പിക്കാം. മണ്ണ് വ്യാവഹാരികമല്ല. ഇപ്പോൾ കുടം എന്ന് പറയുമ്പോൾ കുടം ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ മണ്ണാണ്. കുടമായിട്ട് നിൽക്കുമ്പോഴും മണ്ണാണ്. കുടം പൊട്ടിയാലും മണ്ണാണ്. പിന്നെ എവിടെയാണ് കുടം ഉണ്ടായത്? മൂന്ന് കാലത്തും ഇനിയല്ലേ? ഉണ്ടാവുന്നതിൻ്റെ മുമ്പും നിൽക്കുമ്പോഴും വീഴുമ്പോഴും. അല്ലെങ്കിൽ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മണ്ണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ കുടം എന്നുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമുക്ക് അനുഭവമാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം വരുന്നത്, പിന്നെ വൈദ്യുതി ചോദിക്കാറുള്ളതാണ്, വളരെ നല്ലത്, മൂന്ന് കാലത്തും മണ്ണേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഇതാ കുറച്ച് മണ്ണ് തന്നിട്ട് ഇതിലിത്തിരി വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവില്ല. വെള്ളം കൊണ്ടുവരിക എന്ന ഒരു ക്രിയ നടക്കണമെങ്കിൽ മണ്ണ് കുടത്തിൻ്റെ രൂപത്തിൽ നിന്നാലേ പറ്റൂ. ഇതാ പ്രധാനം. അതുപോലെ ജീവിതം എന്നൊന്ന് വേണമെങ്കിൽ, ഈശ്വരൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്നാണെങ്കിലും വ്യവഹാരം വേണമെങ്കിൽ നാം പലതാണ്. ഈശ്വരൻ തന്നെയാണ് ഒക്കെ. ചട്ടിയും കൊടുവും കൊലവും ഒക്കെ മണ്ണ, അതാതിൻ്റെ കാര്യത്തിന്. അതുമാതിരി മൃഗവും മനുഷ്യനും ചെടിയും ഒക്കെ ഈശ്വരൻ തന്നെ. പക്ഷെ നമുക്ക് വ്യവഹാരമെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? കുടത്തിൻ്റെ രൂപത്തിലായി നിൽക്കണം മണ്ണ്. അതെ, അതുമാതിരി പരമമായ ജ്ഞാനം പലതായിട്ട് നിൽക്കണു എന്ന ഒരു സങ്കല്പം ഇല്ലെങ്കിൽ ഇതില്ല. സങ്കല്പത്തിന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ആ സങ്കല്പിക്കുമ്പോൾ ഒന്നുണ്ടായാൽ മതി. ഇത് സങ്കല്പമാണെന്ന് അറിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമുക്ക് മറ്റൊന്നല്ല, കുടത്തിനോടൊരു സ്നേഹം തോന്നും. വാസ്തവത്തിൽ കുടം തോന്നുന്നില്ല, മണ്ണിനോടാ സ്നേഹം. മണ്ണുണ്ടെങ്കിലേ കുടമുള്ളൂ. ആ മണ്ണിനോട് പിന്നെ സ്നേഹമൊട്ട് ആവശ്യമില്ല. അത് നമ്മളുണ്ടാക്കിയതല്ല, നമ്മളാണല്ലോ ഉണ്ടാക്കിയതിന് സ്നേഹമുള്ളൂ അല്ലോ. ഈ മാതിരിയുള്ള തത്വജ്ഞാനം ശരിക്ക് വന്നാൽ ദേഹം ഒന്ന് വേറെ, ദേഹി ഒന്ന് വേറെ. ആദ്യം തുടക്കത്തിൽ തുടങ്ങിയത് അങ്ങനെയാണ്. ശരീരം ഒന്ന് വേറെ, ശരീരിയുടെ സങ്കല്പമാണ് ശരീരം. ശരീരേ ഉള്ളൂ, മറ്റ് സങ്കല്പമാണ്. അതുമാതിരി ഈ ലോകം മുഴുവനും ഞാൻ സങ്കല്പിച്ചതാണ്. അപ്പം എനിക്കിതിനെ നല്ലതാണെന്ന് സങ്കല്പിക്കാം, ഇത് ബുദ്ധിമുട്ടാണെന്ന് സങ്കല്പിക്കാം, എങ്ങനെയായാലും വിരോധമില്ലാന്ന് സങ്കല്പിക്കാം. അതിനെല്ലാം കഴിവെനിക്കുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ കഴിവ് മനസ്സിലാക്കുന്നില്ല. കാരണം തെറ്റ് വന്നത് ഇതൊക്കെ അതിനെ വന്ന തെറ്റുകളാണ് 20 കാണിച്ചത്. ആ 20 തെറ്റുകളെ അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ജ്ഞാനായി മനസ്സിലായി കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നാടകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നാടകം കാണാൻ വളരെ രസമാണ്. നേരെ മറിച്ച് അത് വസ്തുതയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിളി വരും, പരിഭ്രമം വരും, ദുഃഖം, സന്തോഷം വരും, ഒക്കെ വരും. അതൊന്നും ഒരു ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ വിചാരിച്ച ഒന്നും അതിലില്ല, വെറും നാടനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീ പരമേശ്വരനെയും
ഇത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പുരാണങ്ങളുടെ രസികത്വം ശിവനെ നോക്കുക, ഒരു പേര് ഇതിൻ്റെ പ്രധാനമായിട്ട് നടരാജൻ. നടരാജ വിഗ്രഹമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നടനം ചെയ്യുന്നതിൽ രാജനാണെന്ന. അപ്പോൾ പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ. ആ നടനം നമ്മൾ കണ്ട് ആനന്ദിക്കുക. നമുക്ക് വേണ്ടി അദ്ദേഹം നടനം ചെയ്യുന്നത്, അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല, ജീവന്മാർക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കാൻ. നമ്മളത് ആ നടനമൊക്കെ വസ്തുതയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പരിഭ്രമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പല വികാരങ്ങളുണ്ടാവും. നേരെ മറിച്ച് മറ്റേലും ഉണ്ടാവും, പക്ഷേ അതൊക്കെ നമുക്ക് രസിക്കാനാ. ഇപ്പം അങ്ങനെയല്ല, നമ്മളത് അത് അനുഭവിക്കാനാ. നടരാജൻ വരെ. ഇനി ഭഗവാനെ ദശമത്തിൽ നടവര വപു എന്ന് വിളിക്കുന്നുണ്ട്. നടവര വപു, നടന്മാരിൽ വെച്ച് വരൻ ശ്രേഷ്ഠൻ, വപു ശരീരം. അങ്ങനെ ഈ നാട്യം ചെയ്യാൻ കണ്ണിൽ ഏറ്റവും കേമനായിട്ട് ശരീരത്തോട് കൂടിയ ആളാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. എന്തിനാ അതൊക്കെ പറയണത്? അതായത് ഈ കാണുന്നതൊക്കെ നമുക്ക് സന്തോഷിക്കാനും എന്നല്ല, ഞാൻ ആനന്ദിക്കാനാന്ന് ഞാൻ പറയാം, സന്തോഷിക്കൊന്നുമല്ല. ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ആനന്ദിക്കാനുള്ള ഒന്നാന്തരം ഒരു രംഗമാണ്. നമ്മൾ എങ്ങനെ വേണം അതിനോടുകൂടി ഒട്ടാതിരിക്കണം. ഒട്ടിയാൽ ആ കഥകളി നടത്തുന്ന ആളുകളുണ്ടോ, കളിക്കുന്ന ആൾക്ക്, അവർക്ക് വാസ്തവത്തിൽ സുഖമൊന്നുമില്ല. കാരണം അവർ കാശിന് വേണ്ടി ബുദ്ധിമുട്ടി കണിക്കണം. നമ്മളെ സന്തോഷിക്കുന്നതേ അതൊന്ന് വിട്ടു നിന്നിട്ട് ആൾക്കാർ സന്തോഷിക്കാൻ വരും. അത് ചെയ്യുന്ന ആൾക്കാർ സന്തോഷമൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെന്ത് അല്ലെ, അയാളൊരു ആവശ്യത്തിനാണല്ലോ. ആ നടിക്കുന്നതിനും തന്മയീഭാവം വേണം. ഇപ്പം ഒരു മഹാരാജാവ് ഒരു ദരിദ്രനായിട്ട് ഭിക്ഷയാചിക്കനായിട്ട് നടിക്കുകയായിരിക്കാം. വാസ്തവത്തിൽ നമുക്ക് കാണുന്ന ആളുകൾക്ക് ബഹുരസം തോന്നും. നമുക്കറിയാം അദ്ദേഹം മഹാരാജാവാണെന്ന്, എന്നാലും അതിൽ രസിക്കണ്ട്. അദ്ദേഹത്തിന് രസിക്കാം, കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ ഭിക്ഷയായി ഞാൻ രാജാവാണ്, നടിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടു കൂട്ടും സഹിക്കാം. നേരെ മറിച്ച് യഥാർത്ഥ ഒരു പിച്ചക്കാരൻ അവിടെ ആ സ്റ്റേജിൽ വന്നിട്ട് പിച്ച ചോദിച്ചാലോ, അയാൾക്ക് ദുഃഖം, നമുക്ക് അതിലേറെ അരോചകം. ഇതിൻ്റെ ഇടയിൽ പിടിച്ച് പിച്ചക്കാരൻ അയാളെ പിടിച്ച് പുറത്താക്കുക. കാരണം അയാൾ ശരിക്കും പിച്ചക്കാരനാണെന്ന് നമ്മളും ധരിച്ചു, അയാളും ധരിച്ചു. നേരെ മറിച്ച് നടനമാകുള്ള രാജാവ് പറഞ്ഞ്, പക്ഷേ രാജാവിന് സന്തോഷം, നോക്കും സന്തോഷം. അപ്പം ഈ ജീവിതത്തിൽ മാറാൻ എന്തേ വേണ്ടു? ഇതൊക്കെ ഒരു നടനാണ്, ഇതൊക്കെ നാടകമാണ് അവിടെ നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ മതി. അപ്പം നമ്മളതാ മറന്നിട്ട് ഇത് വസ്തുതയാണ്. നമ്മളെ മാപ്പിളുടെ കഥകളി കണ്ട് പറഞ്ഞില്ലേ, വാഴാൻ പറഞ്ഞ പഞ്ഞേനെ പിടിച്ച് കട്ടറ പറഞ്ഞില്ലേ, ആ പോലെയാണിത്. കാരണം അയാൾ വിചാരിച്ചത് ഇതിങ്ങനെ കഥകളിയാന്ന് വിചാരിച്ചില്ല. അപ്പോഴാണ് പറഞ്ഞത് ഇത് കഥകളിയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ജ്ഞാനുണ്ടാവാൻ അപ്പോൾ ഇങ്ങനെ 20 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, ഇത് ആര് ചെയ്യണം? ഞാൻ ചെയ്യണം, അല്ലേ? നിങ്ങളോട് നിങ്ങളതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നല്ലാണ്ട് എനിക്കൊന്നുമില്ല, ഞാനാ ചെയ്യേണ്ടത്. സൂക്കടുണ്ട്, ഡോക്ടറോട് ഇങ്ങനെ മരുന്ന് തരുന്നു, ഒരു കാര്യം ഡോക്ടർ നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി പറഞ്ഞാൽ പറ്റുമോ? ഡോക്ടർക്കല്ലോ സൂക്കട്, എനിക്കല്ലേ. അപ്പോൾ എനിക്കാ സൂക്കട്. അപ്പം ഞാൻ വേണം. അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരാൻ എന്താ ചെയ്യുക വെച്ചാൽ, ശരീരത്തിൽ മാറ്റം അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും നിൽക്കില്ല, അതിനൊരു സമ്പ്രദായമുണ്ട്, അത് സാധിക്കും. മനസ്സിലെ മാറ്റത്തിന് നല്ലതിനും ചീത്തയ്ക്കും സദ്ഗുണങ്ങൾക്കും ദുർഗുണങ്ങളും ഉണ്ടാക്കാനൊക്കെ കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. കാരണം അത് നമ്മുടെ അധീനത്തിലുള്ള ഒരു സാധനമാണ് മനസ്സ്. അതിനെയാണ് നമ്മൾ നേരെയാക്കേണ്ടത്. അത് നേരെയാക്കിയാൽ അപ്പോൾ ആ ശരീരഭാവനയാണല്ലോ, ശരീരമല്ലല്ലോ, ഭാവന മനസ്സിൻ്റെ. ആ ശരീരഭാവന സാധിച്ചാൽ, ഇല്ലാതെയായാൽ നിങ്ങൾ ആരായി? ആത്മജ്ഞാനം ഉണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നിർഗുണം സഗുണമാണ്. നിർഗുണത്തിൽ ശരീരഭാവനയേ ഇല്ല, സഗുണത്തിൽ ശരീരഭാവന ഉണ്ട്. പക്ഷേ അവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഭക്തിയിൽ ഇത് ഭാവനയാണെന്ന് അറിയുക, അതാണ് ശരിക്കുള്ള ഭക്തി. വേറെ ആണെന്ന് ഭാവിക്കുകയാണ്. എന്നിട്ട് ഒന്നാ ഞാനിത് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഭക്തി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈശ്വരനിൽ നിന്ന് സ്വമേധയാ മാറി നിന്നിട്ട് ഒന്നാവുക, ഇതാണ് ഭക്തി. വേണമെങ്കിൽ ആ ഉദാഹരണം പറഞ്ഞു എനിക്കറിയില്ല. രാമായണത്തിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണൻ കാട്ടിലേക്ക് ഒപ്പം പോയി. ഭരതന് വേണമെങ്കിൽ കാട്ടിലേക്ക് പോകാൻ ഒരു വിരോധമൊന്നുമില്ല, ഞാനും പോയിട്ട് ഞാൻ ശ്രീരാമൻ തടുക്കൊന്നുമില്ല, അത്ര മഹാത്മാവാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അച്ഛൻ്റെ പറഞ്ഞ രാജ്യം നടക്കണം, ഏട്ടനും പറഞ്ഞു നീ രാജ്യം ഭരിക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞ പ്രകാരം രാജ്യം ഭരിക്കുകയാണ്. എങ്ങനെ? ശ്രീരാമനെ പോലെ ജഡയൊക്കെ വളർത്തിയിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ്.
അർജുനൻ ശ്രീരാമൻ്റെ ഒപ്പാണ്. അർജുനല്ല, ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ഒപ്പാണ്. ഭരതൻ ശ്രീരാമനെ വിട്ടിട്ടാണ്. എങ്ങനെ? ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് ഭരതനും ശ്രീരാമനും ഒപ്പാണ്. അപ്പം നമുക്ക് അതേ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ അധ്യാത്മം പറഞ്ഞാൽ. നമുക്കിവിടെ ഈശ്വരനായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതം ഇവിടെ നടക്കില്ല. അപ്പോൾ ഈശ്വരനിൽ നിന്ന് നമ്മൾ സ്വമേധയ അറിഞ്ഞിട്ട് ഇതൊക്കെ നടത്തുക. അപ്പം നാട്യം പോലെയാണ് നടത്തുകയാണ്. ഇതിനെയാണ് പരമമായ ഭക്തി. ഇതാണ് ശ്രേഷ്ഠമായ ഭക്തി. കാരണം നമുക്ക് ഈശ്വരനായിട്ട് ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ പ്രശ്നമില്ല, സാധിക്കില്ല. നമ്മൾ ജീവന്മാരനാക്കി ഇതൊക്കെയാണ് രാമായണം പറഞ്ഞ കഥകൾ. പരമജ്ഞാനം വന്ന ആളുകളാണ് ലക്ഷ്മണൻ. അവർക്ക് ഈ പ്രപഞ്ചമേ ഇല്ല. അതൊരു രമണ മഹർഷിക്കോ ഒരു ശ്രീരാമകൃഷ്ണ മനസ്സൊക്കെ പറ്റും. നമുക്കൊക്കെ എന്തേ പറ്റുള്ളൂ? ഇത് ഭഗവാൻ തന്നിട്ടുള്ള എന്നെ ഏൽപ്പിച്ച പ്രവൃത്തിയാണ്. ഭഗവാന്റെ അതൊക്കെ. അപ്പോൾ അഹങ്കാരമില്ല, എൻ്റെ അല്ല, ഒക്കെ ഈശ്വരൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഈ മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ കൂടെയാണ് ശരീരത്തിൽ. ഇതാണല്ലോ ജീവിതത്തിൽ വേണ്ടത്. അത് ഇവിടെ സാധിക്കുന്നതാണ്. ഇപ്പോൾ 13-ാം അധ്യായത്തിലും ഈ പറഞ്ഞു വരുന്നത്. ശരീരമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഈശ്വരൻ്റെ ഒരു ലീലയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ ആ ഈശ്വരൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് നടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സന്തോഷമൊക്കെ അദ്ദേഹത്തിനുള്ളതാണ്. എനിക്കൊരു കാരണം ഞാനും അദ്ദേഹം ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ലല്ലോ. അദ്ദേഹത്തിന് സന്തോഷമായാൽ എനിക്ക് സന്തോഷമായി, അല്ലാണ്ട് എനിക്ക് സന്തോഷമായ ഭഗവാന് അങ്ങനെ പറ്റില്ലല്ലോ. ഇത് ചെറുതാണല്ലോ, പറ്റത്തില്ലേ? അപ്പോൾ ഇതിന് സമുദ്രം എല്ലാവർക്കും നന്നായാൽ പിന്നെ തിരകളൊക്കെ നന്നായി എന്ന് വേറെ പറയണ്ട. തിര നന്നായാൽ സമുദ്രം നന്നാവുമെന്ന് പറഞ്ഞുകൂടാ. കാരണം വേറെ ഉണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഇത് സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഭാഗം അവസാനിക്കുക. ഇനി ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗം. ഇനി എന്താണ് ഈ ജ്ഞാനം എന്നുള്ളത് ഒരു 4-5 ശ്ലോകങ്ങൾ കൊണ്ട് പറയാൻ പോവാണ്. അത് ഇനി അടുത്ത പ്രാവശ്യം പറയും.